ലൈഫ് സയൻസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ടെറിഡോളജിയാണ്, ടെറിഡോഫൈറ്റ്സ്. നമുക്കറിയാം പ്ലാന്റ് കിങ്ഡത്തിൽ ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ആണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് വരുന്നത്. ഇതിൽ ടെറിഡോഫൈറ്റ്സിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ബ്രയോഫൈറ്റ്സ് ആൻഡ് ജിംനോസ്പേംസ് ആണ്. നമുക്കിതറിയാം, കാരണം എവല്യൂഷൻ പറയുമ്പോൾ നമുക്ക് ലാൻഡ് അഡാപ്റ്റേഷൻ വരുന്നത് ഈ ബ്രയോഫൈറ്റ്സ് തൊട്ടാണ് അല്ലേ. ബ്രയോഫൈറ്റ്സ് തൊട്ടിട്ട് അവർ പ്ലാന്റ്സിന് അഡാപ്റ്റേഷൻ ഉണ്ട് ലാൻഡിൽ അല്ലെ. റൂട്ടൊക്കെ പതിയെ ഡെവലപ്പ്, റൈസോയിഡ്സ് ഒക്കെ വരാൻ തുടങ്ങി. അലകെ പോലെയല്ല, കുറച്ചും കൂടി ലാൻഡിലേക്ക് അഡാപ്റ്റേഷൻ കാണിക്കാൻ തുടങ്ങി. അതിൽ ഏറ്റവും കൂടുതൽ അത് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നത് ടെറിഡോഫൈറ്റ്സിലാണ്. ടെറിഡോഫൈറ്റ്സിൽ നമുക്ക് എൻ്റയർ പ്ലാന്റ് കിങ്ഡത്തെ നമുക്ക് ക്രിപ്റ്റോഗാമെ, ഫനേറോഗാമെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഈ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്രിപ്റ്റോഗാമ എന്ന് പറയുന്നത് പൊതുവെ നോൺ ഫ്ലവറിങ് ആൻഡ് നോൺ സീഡ് ബിയറിങ് പ്ലാന്റ്സിനെയാണ്. അതായത് ഫ്ലവർ ചെയ്യാത്ത, സീഡ്സ് ഇല്ലാത്ത പ്ലാന്റുകളെയാണ് നമ്മൾ ക്രിപ്റ്റോഗാമ എന്ന് പറയുന്നത്. ക്രിപ്റ്റോഗാമ. മറിച്ച് ഫനേറോഗാമ എന്ന് പറയുമ്പോൾ അവിടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. അവർക്ക് എന്തുണ്ടാകും? സീഡ്സ് ഉണ്ടാകും. ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്, പക്ഷെ എല്ലാവരും അങ്ങനെയല്ല. ജിംനോസ്പംസ്, ഫനേറോഗാംസ് ആണ്, പക്ഷെ ഫ്ലവറിങ് അല്ല. അപ്പോൾ ഫ്ലവറിങ്ങോ അല്ലെങ്കിൽ സീഡ് ബെയറിങ്ങോ ആയിട്ടുള്ള പ്ലാന്റുകളെയാണ് നമ്മൾ ഫനേറോഗാമ എന്ന് പറയുന്നത്. അപ്പോൾ ടെറിഡോഫൈറ്റ ഇതിലാണ് വരുന്നത്? ക്രിപ്റ്റോഗാമയിലാണ് വരുന്നത്. താലോഫൈറ്റ, ബ്രയോഫൈറ്റ, ടെറിഡോഫൈറ്റ എന്ന് ക്രിപ്റ്റോഗാമനെ നമ്മൾ പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. താലോഫൈറ്റിൽ നിങ്ങൾ ആൽഗേസ് നമ്മൾ പഠിച്ചു, ബ്രയോഫൈറ്റ്സ്, ദെൻ ടെറിഡോഫൈറ്റ്സ്. ടെറിഡോഫൈറ്റ്സ് ആ ക്രിപ്റ്റോഗാമ. ഈ ടെറിഡോഫൈറ്റ്സിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കതിലേക്ക് വരാം. ടെറിഡോഫൈറ്റ എന്നുള്ള വേർഡ് മീനിങ് തന്നെ ഫെദർ ലൈക്ക് പ്ലാന്റ്സ് എന്നാണ്. കാരണം ടിറോൺ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് ഫെദർ എന്നാണ്. ഫെദർ. ഫൈറ്റോൺ എന്ന് പറയുന്നത് പ്ലാന്റ് ആണ്. അപ്പം നിങ്ങൾക്കറിയാം കൂടുതലും ടെറിഡോഫൈറ്റ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫേൺസിനെയാണ്. ഫേൺസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ഫെദർ പോലെ കാണാനുള്ളത് അല്ലേ. അതുകൊണ്ട് ടെറിഡോഫൈറ്റ എന്ന് പേര് കൊടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞു ടെറിഡോഫൈറ്റ്സ് ആർ ക്രിപ്റ്റോഗാംസ് അല്ലേ. നമ്മൾ ടെറിഡോഫൈറ്റേൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ദെയർ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ്. വാസ്കുലാർ. എന്താ വാസ്കുലാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എപ്പോഴാണ് നമ്മൾ വാസ്കുലാർ എന്നുള്ള ടേം യൂസ് ചെയ്യുക? അവിടെ കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് വരുമ്പോൾ. കണ്ടക്റ്റിംഗ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിൽ ഏതാണ്? സൈലം ആൻഡ് ഫ്ലോയം. അപ്പോൾ സൈലം ആൻഡ് ഫ്ലോയം ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്ത ലാൻഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ് ആണ്. അതുകൊണ്ട് അവർ നമുക്ക് ഫസ്റ്റ് വാസ്കുലാർ പ്ലാന്റ്സ് അല്ലെങ്കിൽ വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് എന്ന് പറയാം. തൊട്ടു മുന്നേ നമ്മൾ പഠിച്ച ബ്രയോഫൈറ്റ്സിൽ വാസ്കുലർ ടിഷ്യൂസ് ഒന്നും വെൽ ഡെവലപ്ഡ് അല്ല. കാരണം അവർക്ക് എന്താണ്, അത്ര അഡാപ്റ്റേഷൻ ലാൻഡിൽ വരുന്നില്ല. നേരെ മറിച്ച് ടെറിഡോഫൈറ്റ് തൊട്ട് കുറച്ചും കൂടി ലാൻഡ് അഡാപ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു കണ്ടക്റ്റിംഗ് ടിഷ്യൂ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് വാസ്കുലാർ ക്രിപ്റ്റോഗാംസ് എന്ന് പറയുന്നത് ടെറിഡോഫൈറ്റ്സ് ആണ്. ഈ ടെറിഡോഫൈറ്റ എന്നുള്ള പേരൊക്കെ ആദ്യമായിട്ട് കൊടുത്തത് അല്ലെങ്കിൽ യൂസ് ചെയ്തത് ഹെക്കലാണ്. ഇയർ നോട്ട് ചെയ്യുക 1866. നമുക്ക് എവല്യൂഷനിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഏത് പീരീഡിലാണ് അല്ലെങ്കിൽ ഏത് എറയിലാണ് ടെറിഡോഫൈറ്റ്സ് ഫ്ലറിഷ് ചെയ്തത്? ഏജ് ഓഫ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത് പാലിയോസോയിക് എറയാണ്. നമ്മൾ പീരീഡ് പറയുകയാണെങ്കിൽ പാലിയോസോയിക് എറയിലെ സിലൂറിയൻ ആൻഡ് ഡ്യൂണിയൻ പീരീഡ് ഓഫ് പാലിയോസോയിക് എറ. ആ സമയത്ത് ടെറിഡോഫൈറ്റ്സ് നന്നായിട്ട് ഫ്ലറിഷ് ചെയ്തിരുന്നു. ഒരു ഡോമിനൻ്റ് ആയിട്ട് കണ്ട ഒരു എറയാണ് പാലിയോസോയിക് എറ. നോട്ട് ചെയ്ത് വെക്കണം. ടെറിഡോഫൈറ്റ്സിന് കുറേ പേരുണ്ട്. ബൊട്ടാണിക്കൽ സ്നേക്സ് എന്ന് പറയും. ബൊട്ടാണിക്കൽ സ്നേക്സ് ഓർ സ്നേക്സ് ഓഫ് പ്ലാന്റ് കിങ്ഡം. പിന്നെ ഒരു പേരും കൂടിയുണ്ട്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. അത് നമ്മൾ ബ്രയോഫൈറ്റ്സിനെ വിളിച്ച പേരാണ് അല്ലേ. പക്ഷെ ഇവിടെ ടെറിഡോഫൈറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാം. അപ്പം ഒരു ക്വസ്റ്റ്യൻ വരികയാണ് എക്സാമിന്, എന്താണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ്, ഏതാണ് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം? അപ്പം നമ്മളവിടെ ചൂസ് ചെയ്യേണ്ടത് ബ്രയോഫൈറ്റ് ആണ്. രണ്ടും ഓപ്ഷനിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടും ചൂസ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ നമ്മൾ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിച്ചത്? കാരണം ബ്രയോഫൈറ്റ്സിന് ഫെർട്ടിലൈസേഷന് വാട്ടർ വേണമായിരുന്നു. അപ്പോൾ വാട്ടറിൻ്റെ ആവശ്യം അവർക്കുണ്ട്. ബാക്കിയൊക്കെ അവർക്ക് ലാൻഡിൽ അവർക്ക് സർവൈവ് ചെയ്യാം. ബട്ട് ഫോർ ഫെർട്ടിലൈസേഷൻ ദേ റിക്വയർ വാട്ടർ അല്ലേ. സെയിം കേസാണ് ടെറിഡോഫൈറ്റ്സിലും. ലാൻഡ് അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ ഫെർട്ടിലൈസേഷൻ അവർക്ക് എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വാട്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടെറിഡോഫൈറ്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാം. നമ്മളിനി ടെറിഡോഫൈറ്റ്സിൻ്റെ ജനറൽ ഫീച്ചേഴ്സ് ഓർ ജനറൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കാം. നമുക്കിതിൽ ഒരുപാട് ഡിവിഷൻസ് വരുന്നുണ്ട്, ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട്.
ഇൻ ജനറൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ടെറിഡോഫൈറ്റ്സിന് കോമൺ ആയിട്ടുണ്ട്. നമുക്ക് ആ ഫീച്ചേഴ്സ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തത് ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് അല്ലേ. എവിടെയാണ് ഈ ടെറിഡോഫൈറ്റ്സ് വളരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ, ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ്. നമുക്കറിയാം ടെറിഡോഫൈറ്റ്സ് അതിൻ്റെ സൈസിലും ഹാബിറ്റിലും ഫോമിലൊക്കെ നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സ്മോൾ ആനുവൽസ് ആയിട്ടുള്ള അസോള സാൽവീനിയ പോലുള്ള ടെറിഡോഫൈറ്റ്സ് ഉണ്ട്. ലാർജ് ട്രീ ലൈക്ക് പെറനിയൽസ് ആയിട്ടുള്ള ആൻജിയോപ്റ്റെറിസ്, നിങ്ങൾ പിക്ചറിൽ കാണാം ആൻജിയോപ്റ്റെറിസ് അല്ല ഒസ്മുണ്ടയൊക്കെ പോലുള്ള വലിയ പ്ലാന്റുകളുണ്ട് അല്ലേ. അപ്പം അതിൻ്റെ നല്ല വേരിയേഷൻ ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം, സൈസിൽ അല്ലെ. ചെറിയൊരു പ്ലാന്റ് തൊട്ട് വലിയൊരു ട്രീ വരെയുള്ള എന്താണ് സൈസ് വേരിയേഷൻ ടെറിഡോഫൈറ്റ്സ് കാണിക്കുന്നുണ്ട്. ഇനി പ്ലാൻ ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്ലാൻ ബോഡിയിൽ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഓക്കെ, തൊട്ട് മുന്നേയുള്ള ബ്രയോഫൈറ്റ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഗാമറ്റോഫൈറ്റിക് ഫേസ് ആണ് ഡോമിനന്റ് ഫേസ് എന്നുള്ളത്. എന്താ ഇങ്ങനെ ഗാമറ്റോഫൈറ്റിക് സ്പോറോഫൈറ്റിക്, നമുക്ക് ലൈഫ് സൈക്കിൾ ഡിസ്കസ് ചെയ്യാം. എന്നിരുന്നാലും സ്പോർ ബിയറിംഗ് ആയിട്ടുള്ള ഫേസിലാണ് ഇവർ കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് നിങ്ങളൊരു ടെറിഡോഫൈറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഫേസ് എന്ന് പറയുന്നത് സ്പോർ ബിയറിംഗ് സ്പോറോഫൈറ്റിക് ഫേസ് ആണ്. ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. ചിലതിൽ ഇപ്പോഴും റൈസോയിഡ്സ് ഒക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ എന്താണ് മെജോറിറ്റി ഓഫ് ടെറിഡോഫൈറ്റ് എടുക്കുകയാണെങ്കിൽ ദേ ഹാവ് പ്രോപ്പർ റൂട്ട്, പ്രോപ്പർ സ്റ്റെം ആൻഡ് പ്രോപ്പർ ലീഫ്. ഓക്കെ, നിങ്ങൾക്ക് പിക്ചറിൽ കാണാം. എന്തുകൊണ്ടാണ് പ്രോപ്പർ റൂട്ട്, സ്റ്റെം, ലീഫ് ഒക്കെ ഉള്ളത്? കാരണം അവർക്ക് അതിനകത്ത് വാസ്കുലാർ ടിഷ്യൂസ് ആയ സൈലോം ഫ്ലോയോ ഒക്കെ അവർക്കുണ്ട് അല്ലേ. അപ്പോൾ വാസ്കുലാർ ടിഷ്യൂസ് ഒക്കെ ഡെവലപ്ഡ് ആണ്, പ്രോപ്പർ ഓർഗനൽ, അതായത് റൂട്ടും സ്റ്റെമ്മും ലീഫൊക്കെ ഫോം ചെയ്തു. അങ്ങനെ എന്താണ് ടെറിഡോഫൈറ്റ് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയി അല്ലേ. അപ്പം പ്ലാൻ ബോഡി ഡോമിനന്റ് ഫേസ് സ്പോറോഫൈറ്റിക് ഫേസ് ആണെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞത് ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് ആണ്. ഇവിടുത്തെ കേസ് നോക്കുക, വളരെ സ്മോൾ ആനുവൽസ് ആയിട്ടുള്ള അസോള സാൽവീനിയൊക്കെ വാട്ടർ അല്ലെ, വാട്ടർ ഹാബിറ്റാറ്റ് ഉള്ള ആൾക്കാരാണ്. നേരെ മറിച്ച് കുറേ ടെറിഡോഫൈറ്റ്സ് ടെറസ്ട്രിയൽ ആണ്. അപ്പം അതിലും നല്ല വേരിയേഷൻസ് ഇവർ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ പോയിന്റാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ എക്സാമ്പിൾസ് പഠിക്കണം. മോസ്റ്റ് ഓഫ് ദ ലിവിങ് ടെറിഡോഫൈറ്റ്സ് ആർ ടെറസ്ട്രിയൽ, ഗ്രോയിങ് ഇൻ മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡി പ്ലേസ്. നമുക്കറിയാം ബ്രയോ, ടെറിഡോ ഒക്കെ കൂടുതൽ കാണുന്നത് മോയിസ്റ്റ് ആൻഡ് ഷെയ്ഡി പ്ലേസിലാണ്. കാരണം നമ്മൾ പറഞ്ഞു വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫെർട്ടിലൈസേഷൻ. അതുകൊണ്ട് ഡോമിനൻ്റ് ആയിട്ട് അവർ കാണുന്നത് ഇത്തരം മോയിസ്റ്റ് അല്ലെങ്കിൽ വാട്ടർ അവൈലബിലിറ്റി ഉള്ള, ഷെയ്ഡുള്ള, തണുപ്പുള്ള ഏരിയയിലാണ് ഇവർ ഡോമിനൻ്റ് ആയിട്ട് വളരുന്നത്. ഓക്കെ, ചിലത് അക്വാട്ടിക് ആണ്, നമ്മൾ ഓൾറെഡി കണ്ടു. അസോള അക്വാട്ടിക് സ്പീഷീസ് ആണ്, മാർസീലിയ, സാൽവീനിയ പോലെയുള്ള അക്വാട്ടിക് ടെറിഡോഫൈറ്റ്സ് നമ്മൾ കണ്ടു. ഇനി നമ്മളിവിടെ പഠിക്കേണ്ട പോയിന്റ് ആണ് സീറോഫൈറ്റിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സ്. അങ്ങനെയുണ്ടോ? ഉണ്ട്. സീറോഫൈറ്റിക് ടെറിഡോഫൈറ്റ്സ് ഉണ്ട്, അതായത് ഹാർഷ് ആയിട്ടുള്ള വാട്ടർ വളരെ സ്കെയർ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വളരുന്ന സീറോഫൈറ്റിക് ആയിട്ടുള്ള ടെറിഡോഫൈറ്റ്സിന്റെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. ഇക്വിസിറ്റം എർവൻസ്, ഇക്വിസിറ്റം ഡിവൈ, ഇക്വിസിറ്റം ഡിഫ്യൂസം, സെലാജിനല റിപ്പസ്ട്രിസ്, സെലാജിനല ലെപ്പിഡോഫില്ല, സെലാജിനല ഡെൻസ. ഓക്കെ, ഇത്രയും പേര് എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കുക. ഇവരൊക്കെ എന്താണ്? നിങ്ങൾക്ക് പിക്ചറിൽ കാണാം റോക്ക് അല്ലേ, ഇതൊരു റോക്കാണ്. ഈ റോക്കിന്റെ സർഫസിലൊക്കെയാണ് ഇവർ വളരുന്നത്. കുറച്ചും കൂടി എന്താണ് സീറോഫൈറ്റിക് അഡാപ്റ്റേഷൻ ഉള്ളതാണ്. അപ്പം എങ്ങനെയായിരിക്കും ഇവർക്ക് ഫെർട്ടിലൈസേഷൻ നടക്കുക? നോക്കൂ, എപ്പോഴെങ്കിലും ഒരു സ്പ്ലാഷ് ഓഫ് വാട്ടർ നിർബന്ധമാണ് അവർക്ക്. ആ വാട്ടറിന്റെ പ്രസൻസിൽ മാത്രമേ അവർക്ക് എന്ത് നടക്കുകയുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. ബട്ട് സ്റ്റിൽ ദേ ആർ അഡാപ്റ്റഡ് ടു ലിവ് ഇൻ എ സീറോഫൈറ്റിക് ഹാബിറ്റാറ്റ്. ഓക്കെ, ഇനി നമുക്ക് ജനറൽ ആയിട്ട് അവരുടെ ലീവ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും ലീവ്സ് ആർ ഐദർ സ്കെയിലി, ഓക്കെ, ഇക്വിസിറ്റത്തിലുള്ള പോലെ സ്കെയിലി ലീവ്സ് ആയിരിക്കും, സ്മോൾ ലീവ്സ് ആയിരിക്കും, സെസൈൽ ആയിരിക്കാം അല്ലേ, അല്ലെങ്കിൽ ലാർജ് ലീവ്സ് ആയിരിക്കാം, ലാർജ് പീറ്റിയോളൈറ്റ് കോമ്പൗണ്ട് ലീവ്സ് ആയിരിക്കാം. നല്ല വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഈ പിക്ചറിലേക്ക് നോക്കൂ. ഇവിടെ നമ്പർ 1 ഒന്നാമത്തെ പിക്ചർ നോക്കുവാണെങ്കിൽ ഇതൊരു എന്താ പറയുക, ഇക്വിസിറ്റത്തിന്റെ ലീഫാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഒരു പ്രോപ്പർ ലീഫ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, സ്കെയിലാണ് അല്ലെ, ഇങ്ങനെ സ്കെയിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അല്ലെ, സ്കെയിൽസ് ആണ്. അപ്പോൾ ഈ സ്കെയിൽ ലൈക്ക് ആയിട്ടുള്ള ലീഫുകളും അവർക്കുണ്ട് അല്ലെ, സ്കെയിൽ ലൈക്ക് ലീഫുകളുണ്ട്. ഇനി നമുക്ക് ഫേൺസിൽ കാണുന്ന പോലെ, ഈ പിക്ചറിലേക്ക് നോക്കൂ, ഫേൺസിൽ കാണുന്ന പോലെ നല്ല കോമ്പൗണ്ട് ലീവ്സ് അവർക്കുണ്ടാവും അല്ലെ, നല്ല വേരിയേഷൻ അല്ല അല്ലെ, കോമ്പൗണ്ട് ലീവ്സ് അവർക്കുണ്ട്. ഇനി സൈസിന്റെയും വീനേഷന്റെയും ബേസിൽ നമുക്ക് ടെറിഡോഫൈറ്റ്സിന്റെ ലീഫുകൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മൈക്രോഫില്ലസ് ലീഫ്, സെക്കൻഡ് വൺ മെഗാഫില്ലസ് ലീഫ്. ഇപ്പം എന്താണ് മൈക്രോഫില്ലസ് ലീഫ്? മൈക്രോഫില്ലസ് ലീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇക്വിസിറ്റത്തിൽ കണ്ട പോലെ വളരെ സ്മോൾ ലീവ്സ് ആയിരിക്കും. ഓക്കെ, ദേ ഹാവ് വെരി സ്മോൾ ലീവ്സ്. മൈക്രോ മീൻസ് എപ്പോഴും മൈക്രോ സ്മോൾ ആണ് അല്ലേ. ഫില്ല മീൻസ് ലീഫാണ് അല്ലേ. അപ്പം മൈക്രോഫില്ല എന്ന് പറയുമ്പോൾ സ്മോൾ ലീവ്സ്. സിമ്പിൾ വീനേഷൻ ആയിരിക്കും അല്ലേ, വളരെ മൈന്യൂട്ട് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. ഇത് കാണുന്നത് ഇക്വിസിറ്റം, ലൈക്കോപോഡിയത്തിലൊക്കെയാണ് ഇത്തരത്തിൽ മൈക്രോഫില്ലസ് ആയിട്ടുള്ള ലീവ്സ് നമുക്ക് ടെറിഡോഫൈറ്റ്സിൽ കാണുന്നത്.
സെക്കൻഡ് കാറ്റഗറി ഈസ് മെഗാഫില്ലസ്. മെഗാ എന്ന് പറയുമ്പോൾ ലാർജ് ആണല്ലേ. ലാർജ് ലീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് എക്സാമ്പിൾ പറയാം? ഫേൺസിന്റെ ലീവ്സ് ആണ് അല്ലേ. മെഗാഫിൽ ഇസ് ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം മൈക്രോഫിൽ ബൈ ഇറ്റ്സ് കോംപ്ലെക്സ് വീനേഷൻ. ഓക്കെ, അവരുടെ വീനേഷൻ എങ്ങനെയാണ്? നല്ല കോംപ്ലെക്സ് ആണ്, നല്ലൊരു എന്താ പറയുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇക്വിസിറ്റത്തിലെ സ്കെയിൽ ലീവ്സ് മൈക്രോഫില്ലസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈക്കോപോഡിയത്തിന്റെ മൈക്രോഫില്ലസ് ആയിട്ടുള്ള ലീഫ് വളരെ സ്മോൾ മൈന്യൂട്ട് ലീവ്സ് ആണ്. എന്നാൽ ഒരു ഡ്രയോപ്റ്റെറിസ് കൊടുത്തിട്ടുണ്ട്, ഒരു ടെറിസ് ആണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ടെറിസ് ആണ്. ടെറിസിലെ ലീഫ് നോക്കിയ ലീഫ്ലെറ്റ്സ് ഒക്കെ ആയി നല്ല എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്ന മെഗാഫിൽ എന്ന് പറയുന്നത്. 2 തരം ലീഫുകളുണ്ട്, മൈക്രോഫിൽ ആൻഡ് മെഗാഫിൽ. ഇനി ലീഫുകളിൽ ലീഫ്സിൽ മാത്രമല്ല സ്റ്റെമ്മിലും അവർക്ക് ട്രൈക്കോംസ് പ്രസന്റ് ആണ്. എല്ലാ ടെറിഡോഫൈറ്റിലും ഉണ്ടോ ചോദിച്ചാൽ നിർബന്ധമില്ല, എന്നാലും ഒരുവിധം ടെറിഡോഫൈറ്റ്സിൽ മേ ബി യങ് സ്റ്റേജിലൊക്കെ ഇത് കാണാം. ഫിലിഫോം ട്രൈക്കോംസ് നമുക്ക് കാണാം. ഓക്കെ, പിക്ചറിൽ കാണാമല്ലോ ട്രൈക്കോംസ് ലീഫിലും കാണുന്നുണ്ട്, ലീഫിലും നമുക്ക് കാണാം. എവിടെയൊക്കെ കാണാം? സ്റ്റെമ്മിലും ഒക്കെ നമുക്ക് എന്ത് കാണാം? അത്തരം ട്രൈക്കോംസ് കാണാം. സ്റ്റൊമാറ്റ gaseous എക്സ്ചേഞ്ചിനാണ്. സ്റ്റൊമാറ്റ ആർ പ്രസന്റ് ഓൺ ബോത്ത് അപ്പർ ആൻഡ് ലോവർ സർഫസ് ഓഫ് ദ ലീഫ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തോക്കേണ്ട പോയിന്റ്. 2 സർഫസിലും ഇവിടെ സ്റ്റൊമാറ്റ പ്രസന്റ് ആണ് അല്ലേ. അപ്പം വാസ്കുലർ ടിഷ്യൂ ഒക്കെ നല്ല വെൽ ഡെവലപ്ഡ് ആകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അല്ലേ സ്റ്റൊമാറ്റോ ഒക്കെ ഫങ്ഷണൽ ആവുന്നത്. അപ്പോൾ സ്റ്റൊമാറ്റോ ഒക്കെ 2 സർഫസിലും ഇവിടെ കാണാം. സ്റ്റെമ്മിലേക്ക് വരുവാണെങ്കിൽ ചില വുഡി ഫേൺസ് ഒഴിച്ച് ബാക്കിയൊക്കെ എന്താണ് ഹെർബേഷ്യസ് ആണ്. വളരെ ടെൻഡർ സ്റ്റെംസ് ആണ് ടെറിഡോഫൈറ്റ്സിനുള്ളത് അല്ലേ. വുഡി ഫേൺസിന് എക്സാമ്പിളാണ് ആൻജിയോടെറിസ്റ്റ്, മെറാഷ്യ പോലെയുള്ള വുഡി ഫേൺസ് ഉണ്ട്. അതൊഴികെ ഒട്ടുമിക്ക ടെറിഡോഫൈറ്റ്സിനൊക്കെ എന്താണ് ഹെർബേഷ്യസ് ആയിട്ടുള്ള സ്റ്റെമ്മാണ് കാണുന്നത്. റൂട്ട് പോലെ സ്റ്റെമ്മിനും എന്തുണ്ട്? ഗ്രോയിങ് എപ്പെക്സ് ഉണ്ട്, അതായത് ഗ്രോത്ത് നടക്കും അല്ലേ. സ്റ്റെം എപ്പെക്സിൽ എന്ത് നടക്കും? ഗ്രോത്ത് നടക്കും. ഗ്രോത്ത് ലിമിറ്റഡ് ഒന്നും അല്ല, ഗ്രോത്ത് നല്ല രീതിയിൽ ടെറിഡോഫൈറ്റ്സിൽ നടക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബ്രാഞ്ചിങ് പാറ്റേൺ നമ്മൾ ബ്രയോഫൈറ്റ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഡൈക്കോട്ടോമസ് ബ്രാഞ്ചിങ് നല്ല എവിഡൻ്റ് ആണ് അല്ലേ. ഇവിടെ ഡൈക്കോട്ടോമസ് ബ്രാഞ്ചിങ് മാത്രമല്ല മോണോപോഡിയൽ ബ്രാഞ്ചിങ്ങും നടക്കുന്നുണ്ട്. എന്താ മോണോപോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ? ആ ഒരു സ്ട്രിക്റ്റ് ഡൈക്കോട്ടമി ഇല്ലാതെ ഒരു സൈഡിലേക്ക് മാത്രം അല്ലേ ബ്രാഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ മോണോപോഡിയൽ ബ്രാഞ്ചിങ് എന്ന് പറയുന്നത്. മോണോപോഡിയൽ ബ്രാഞ്ചിങ്ങും കാണിക്കുന്നുണ്ട് ടെറിഡോഫൈറ്റ്സ്, ആസ് വെൽ ആസ് ഡൈക്കോട്ടോമസ് ബ്രാഞ്ചിങ്ങും കാണിക്കുന്നുണ്ട്. നമുക്ക് അനാറ്റമിക്കൽ സ്ട്രക്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇതേ ടോപ്പിക്ക് സ്റ്റിലാർ എവല്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അനാറ്റമിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട പോയിന്റ് ആണ്. ദർ വാസ്കുലാർ ക്രിപ്റ്റോഗംസ് അല്ലേ. അതുകൊണ്ട് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള വാസ്കുലാർ സിസ്റ്റം ഉണ്ട് ടെറിഡോഫൈറ്റ്സിന്, വിച്ച് ഇസ് കമ്പോസ്ഡ് ഓഫ് സൈലം ആൻഡ് ഫ്ലോയം. ഇനി സൈലം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രക്കീഡ്സ് ആൻഡ് ഫ്ലോയം ഹാസ് സീവ് ട്യൂബ്സ് ഓൺലി. നമുക്കറിയാം പൊതുവെ ആൻജിയോസ്പേംസിലൊക്കെ നോക്കുവാണെങ്കിൽ സൈലം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ട്രക്കീഡ്സ് ആൻഡ് വെസൽസ് അല്ലേ. അപ്പോൾ വെസൽസ് ഇവിടെ ഒട്ടുമിക്ക സ്പീഷീസിലും ആബ്സെന്റ് ആണ്. എന്നാൽ വെസൽസ് പ്രസന്റ് ആയിട്ടുള്ള കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ സൈലം മേജറായിട്ട് ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ട്രക്കീഡ്സ്. ഓക്കെ, അപ്പോൾ വെസൽസിലെ ഉണ്ട്. ഏതൊക്കെ സ്പീഷീസിലാണ് വെസൽസ് കാണുന്നത്? ടെറിസ് വിറ്റേറ്റ, ടെറിഡിയം അക്യുലിനം, നെഫ്രോലിപ്പസ്, കോർഡിഫോളിയ, നെപ്രോലിഫിസ് കോർഡിഫോളിയ, ആക്ടിനോടെറിസ് റേഡിയേറ്റ, അങ്ങനെ വളരെ കുറച്ച് ചുരുക്കം എക്സെട്ര കുറച്ച് സ്പീഷീസും കൂടി ഉണ്ട്. നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് സ്പീഷീസ് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇത്രയും പഠിച്ചു നോക്കാം. ഇത്രയും സ്പീഷീസിൽ വെസൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രക്കീഡ്സ് ആണ് കൂടുതലായിട്ട് ട്രക്കീഡ്സ് വെച്ചിട്ടാണ് സൈലം കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലോയം. നമുക്ക് ജനറലി ആൻജിയോസ്പേംസിലൊക്കെ ഫ്ലോയം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സീഡ് ട്യൂബ്സ് ആൻഡ് കമ്പാനിയൻ സെൽസ് അല്ലേ. ഇവിടെ കമ്പാനിയൻ സെൽസ് ആബ്സെന്റ് ആണ്, സീഡ് ട്യൂബ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഫ്ലോയം ഹാസ് സീഡ് ട്യൂബ്സ് ഓൺലി. ഓക്കെ, ഇനി ഈ സീഡ് ട്യൂബ്സ് ഉള്ള എന്താ പറയുക കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തത് ഇക്വിസിറ്റം ആൽബൻസ് ആൻഡ് ഇക്വിസിറ്റം ജൈജാന്റിയം. ഓക്കെ, ഇങ്ങനെ നമുക്ക് സൈലത്തിലും ഫ്ലോയത്തിലൊക്കെ അത്യാവശ്യം ഡെവലപ്മെന്റ് എവിടെ കാണാം? അത്യാവശ്യം നല്ല ഡെവലപ്മെന്റ് എവിടെ കാണാം? നമ്മുടെ ടെറിഡോഫൈറ്റ്സിൽ കാണാം. The megaphil show differentiation of mesophyll into palisade and spongy tissue. നമ്മൾ സ്കെയിൽ ലീവ്സ് അല്ല മൈക്രോഫിലസിലൊന്നും നമ്മൾ എന്ത് കാണാൻ പറ്റില്ല, ഇത്തരത്തിൽ ഡിഫറൻസിയേഷൻ കാണാൻ പറ്റില്ല. എന്നാൽ മെഗാഫിലസ് പ്ലാന്റ്സ്, അതായത് മെഗാഫിലസ് ലീഫുള്ള അല്ലെ മെഗാഫില്ലുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഫേൺസിനൊക്കെ ലീഫ് എടുക്കുവാണെങ്കിൽ നമ്മൾ സാധാ ആൻജിയോസ്പെർമിൽ കാണുന്ന പോലെ തന്നെ മീസോഫിൽ ഇസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു പാലിസൈഡ് ആൻഡ് സ്പോഞ്ചി ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ അത് കുറച്ചും കൂടി അഡ്വാൻസ്മെന്റ് ആണല്ലോ. റൂട്ടിൽ ഡയാർക്ക് കണ്ടീഷൻ കാണുന്നുണ്ട്. നമുക്കറിയാം ഡയാർക്ക് എന്ന് പറയുമ്പോൾ സൈലം അല്ലേ, സൈലം 2 വശത്തേക്കും നമുക്ക് സൈലം കാണാം. എവിടെയും കാണാം സൈലം, ഈ സൈഡിലേക്കും നമുക്ക് സൈലം കാണാം. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്മെന്റ് ആണ്. വിച്ച് ഈസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട് ദ ടെറിഡോഫൈറ്റ്സ് ആൻഡ് ഹാസ് ബീൻ റിഗാർഡ് ആസ് എ
കൺസർവേറ്റീവ് ഓർഗൻ. ഡയാർക്സൈലം ടെറിഡോഫൈറ്റ്സിൽ ഒരു അഡ്വാൻസ്മെന്റ് ആയിട്ട് കാണുന്ന ഒരു പോയിന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഇത് റൂട്ടിലാണ് പറയുന്നത്, റൂട്ടിലുള്ള ഈ ഡയാർക്ക് സ്ട്രക്ചറാണ് ഇവിടെ പറയുന്നത്. സ്റ്റെമ്മിൽ മാറി മാറി വരുന്നുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് സ്റ്റീലാർ ഓർഗനൈസേഷനെ കുറിച്ചാണ് അല്ലെ. ടെറിഡോഫൈറ്റ്സിലാണ് നമ്മൾ സ്റ്റീലാർ എവല്യൂഷനൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ടോപ്പിക്കാണ്, നമുക്ക് നോക്കാം. സ്റ്റീലാർ ഓർഗനൈസേഷൻ ടെറിഡോഫൈറ്റിൽ പല രീതിയിലുണ്ട്. എന്താ സ്റ്റീൽ എന്ന് പറയുമ്പോൾ? സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മൾ വാസ്കുലാർ ടിഷ്യൂ, ഓക്കെ, വാസ്കുലർ സൈലം അല്ലെ, സൈലം അല്ലെ, സൈലം ഫ്ലോയം, അതിന് കൂടെ പിത്ത് അല്ലെ, സൈലം ഫ്ലോയം പിത്ത്, ഓക്കെ, പെരിസൈക്കിളൊക്കെ അടങ്ങുന്ന ആ ഒരു കണ്ടക്ടിങ് പാർട്ടിനാണ് നമ്മൾ സ്റ്റീലാർ റീജിയൻ എന്ന് പറയുന്നത്. എൻഡോഡെർമിസ് ഇല്ല, അതൊഴികെയുള്ള ബാക്കി സ്ട്രക്ചേഴ്സിനൊക്കെയാണ്. എപ്പോഴും പിത്ത് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല, സൈലം ഫ്ലോയ ആയാലും പെരിസൈക്കിളും മാത്രമായാലും മതി. നമുക്ക് സ്റ്റീലാർ റീജിയൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റീലാർ ഓർഗനൈസേഷൻ നല്ല രീതിയിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഹാപ്ലോസ്റ്റീലിക് പ്രോട്ടോസ്റ്റീലുകളുണ്ട്, എക്സാമ്പിളാണ് ഇവിടെ പഠിക്കേണ്ടത്, സെലാജിൻ അല്ല. ഇതെന്തൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലെക്ടോസ്റ്റീൽ ഉണ്ട്, ലൈക്കോപോഡിയം. സൈഫോണോസ്റ്റീൽസ് ഉണ്ട്, ഈക്വിസിറ്റം. ഡിക്റ്റിയോസ്റ്റീൽ ഉണ്ട്, ടെറിസ് ആൻഡ് ടെറിഡിയം. ആൻഡ് പോളിസൈക്ലിക് ആയിട്ടുള്ള സ്റ്റീൽ ഉണ്ട്, മെറാറ്റിയ ആൻഡ് ആൻജിയോടെറിസ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. സ്റ്റീലാർ റീജിയനിൽ സ്റ്റീലാർ എവല്യൂഷനിൽ നമുക്ക് നോക്കാം. സൈഫോണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ പ്രോട്ടോസ്റ്റീൽ കഴിഞ്ഞ് വരുന്ന കുറച്ച് അഡ്വാൻസ്ഡ് സ്റ്റീലാണ്. പ്രോട്ടോസ്റ്റീലിൽ പിത്ത് ഉണ്ടാവില്ല, സൈഫോണോസ്റ്റീൽ എത്തുമ്പോൾ അവിടെ പിത്തുണ്ട്. സൈഫോണോസ്റ്റീൽ എന്ന് പറയുമ്പോൾ പിത്തുള്ള പ്രോട്ടോസ്റ്റീലാണ്, അങ്ങനെ ഓർത്താലും മതി. അതിൽ തന്നെ പല പല മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഈ സൈഫോണോസ്റ്റീൽ ലീഫ് ഗ്യാപ്പ് ഇല്ലാത്ത സൈഫോണോസ്റ്റീലിനാണ് നമ്മൾ ക്ലാഡോ സൈഫോണിക് സൈഫോണോസ്റ്റീൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും ചോദിച്ചിട്ടുണ്ട്. ഈ ക്ലാഡോ സൈഫോണിക് സൈഫോണോസ്റ്റീൽ ഏത് ടെറിഡോഫൈറ്റിലാണ് കാണുന്നത്? ഓക്കെ, ഒരുവിധം കുറേ ടെറിഡോഫൈറ്റ്സിൽ ഉണ്ട്, പക്ഷെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ടെറിഡോഫൈറ്റ് സെലാജിനല്ലയാണ്. സെലാജിനല്ലെ കാണുന്ന സ്റ്റീൽ ഏതാണെന്ന് ചോദിക്കാം. ഇനി ഓപ്ഷനിൽ സൈഫോണോസ്റ്റീൽ മാത്രമേ ഉള്ളൂ. സൈഫോണോസ്റ്റീൽ, പ്രോട്ടോസ്റ്റീൽ അങ്ങനെ തരുവാണെങ്കിൽ സൈഫോണോസ്റ്റീൽ ചൂസ് ചെയ്യാം. പക്ഷെ അവിടെ കൃത്യമായിട്ട് ക്ലാഡോ സൈഫോണിക് സൈഫോണോസ്റ്റീൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ചൂസ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പം എന്തൊക്കെയാണ് ഈ ടൈപ്പുകൾ എന്നുള്ളത് നമുക്ക് അതിലേക്ക് വരാം. പിക്ചർ ഞാൻ ഇപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് ജനറൽ ഫീച്ചേഴ്സിൽ അടുത്ത് നോക്കാനുള്ളത് സ്പൊറാഞ്ചിയ ആണ്. ഓക്കെ, സ്പൊറാഞ്ചിയ എന്ന് പറയുമ്പോൾ എന്താ, സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ ആണ് അല്ലേ. അപ്പം ടെറിഡോഫൈറ്റ്സ് സ്പോറോഫൈറ്റിക് ബാൻബോണിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം സ്പോർ ത്രൂ ആണ് അവിടെ റിപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, ആൻഡ് സ്പോർസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ സ്പൊറാഞ്ചിയ. ഓക്കെ, സ്പൊറാഞ്ചിയ എന്ന് പറയുമ്പോൾ അതിനകത്താണ് സ്പോർ ഉള്ളത്. നമുക്കറിയാം, പിക്ചറിൽ കാണുന്നതൊക്കെ സ്പൊറാഞ്ചിയ ആണ് അല്ലേ. സ്പൊറാഞ്ചിയൻ്റെ അകത്ത് മില്യൺസ് ഓഫ് സ്പോർസ് ഉണ്ടാവും. സ്പൊറാഞ്ചിയ ആർ ബോൺ ഐദർ ഓൺ ലീവ്സ്. ഇനി സ്പൊറാഞ്ചിയ കാണുന്നത് ലീവ്സിലാണെങ്കിൽ നമ്മൾ അവർ എന്ത് വിളിക്കും? സ്പോറോഫിൽ എന്ന് വിളിക്കും. അതായത് സ്പൊറാഞ്ചിയ ബിയറിംഗ് ലീഫിനെയാണ് നമ്മൾ സ്പോറോഫിൽ എന്ന് വിളിക്കുന്നത്. സ്പോറോ മീൻസ് സ്പൊറാഞ്ചിയ, ഓർ സ്പോർ എന്ന് വിളിക്കാം നിങ്ങൾക്ക്. ഫിൽ എന്ന് പറയുമ്പോൾ ലീഫാണ്. അപ്പോൾ സ്പോർ ബിയറിംഗ് ലീഫുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പോറോഫിൽ എന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമുക്ക് ലീഫിനിടയിലുള്ള ആക്സിസിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എപ്പോഴും നമ്മൾ സൈലോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് മൈക്രോഫില്ലസ് ലീഫാണ്, കാര്യമായിട്ട് ലീഫൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്റ്റെമ്മിൽ തന്നെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ബ്രാഞ്ചിങ് ഒക്കെ നടക്കുന്നതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാം? ഇത്തരത്തിൽ സ്പൊറാഞ്ചിയ കാണാം. ഓക്കെ, അപ്പോൾ ചിലതിൽ ആക്സിൽസിലാണ് കാണുന്നത്, ഇൻ ബിറ്റ്വീൻ ദ ലീഫ് ആൻഡ് സ്റ്റെം. ഓക്കെ, ഇനി അക്വാട്ടിക് ഫോംസിൽ എവിടെയാണ് ഈ സ്പൊറാഞ്ചിയ കാണുന്നത്? അക്വാട്ടിക് ഫോംസിന് എക്സാമ്പിൾ സച്ചാസ് അസോള, മാർസീലിലൊക്കെ സ്പൊറാഞ്ചിയ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറിലാണ് കാണുന്നത്. വേറെ തന്നെ ഒരു സ്ട്രക്ചറാണ്, അതിൻ്റെ പേരാണ് സ്പോറോകാർപ്പ്. അപ്പോൾ മാർസീലിലൊക്കെ സ്പോറോകാർപ്പ് നമ്മൾ ലാബിലൊക്കെ ചെയ്യാറുണ്ട് അല്ലേ. നമുക്ക് ഇതിൻ്റെ ഡിസെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ പെർമനന്റ് സ്ലൈഡൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതാണ് മാർസീലിയുടെ സ്പോറോകാർപ്പ്. ഈ സ്പോറോകാർപ്പ് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ്, സ്പോറിന് വേണ്ടി മാത്രമുള്ള ഒരു സ്ട്രക്ചറാണ്. ഇത് കാണുന്നത് അക്വാട്ടിക് ഫോംസിലാണ്. ഓക്കെ, അക്വാട്ടിക് ഫോംസിലാണ് ഇത്തരം സ്പോറോകാർപ്പുകൾ കാണുന്നത്. In some pteridophytes, such as Filicule, the sporangia are aggregated in clusters known as sorus or sori. അത് പൊതുവെ ഒന്നുമില്ല. ഈ സ്പൊറാഞ്ചിയ ഇപ്പോൾ ലീഫിൽ കാണുന്നില്ലേ, ഈ ഒരു ക്ലസ്റ്റർ ഓഫ് സ്പോറിനല്ല നമ്മൾ സ്പൊറാഞ്ചിയ എന്താ പറയുക, സ്പോറിങ് ഇങ്ങനെ ക്ലസ്റ്ററായിട്ട് നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചറിനാണ് നമ്മൾ സ്പൊറാഞ്ചിയ, സ്പോർ ബിയറിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്ലസ്റ്ററിനെ നമ്മൾ സൊറായ് അല്ലെങ്കിൽ സോറസ് എന്നും കൂടി പറയാറുണ്ട്. ആ ക്ലസ്റ്റർ ഓഫ് സ്പോറുകൾ അല്ലെങ്കിൽ ക്ലസ്റ്റർ ഓഫ് സ്പൊറാഞ്ചിയനെ നമുക്ക് എന്ത് വിളിക്കാം? സൊറായ് അല്ലെങ്കിൽ സോറസ് എന്ന് വിളിക്കാം. അതിനകത്ത് ഈ സൊറായ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പൊറാഞ്ചിയ ചേർന്നിട്ടുള്ളതാണ്. സ്പൊറാഞ്ചിയൻ്റെ അകത്താണ് സ്പോർസ് ഉള്ളത്. സ്പോർസ് വളരെ മൈക്രോസ്കോപ്പിക് ആണ് അല്ലേ. ആദ്യം ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് സ്പൊറാഞ്ചിയ കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് സോറസ് അല്ലെങ്കിൽ സോറയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ,
സ്പൊറാഞ്ചിയൽ സ്ട്രക്ചറിൽ നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് സ്പോറോഫിലാണ്. ഒരു ഡ്രയോപ്റ്റെറിസിന്റെ പിക്ചറാണ് ഒന്നാമത് കാണിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാം ലീഫിൽ സ്പോറോഫിലാണ് അല്ലേ. സ്പോറോഫിൽ എന്ന് പറയുമ്പോൾ സ്പോർ ബിയറിംഗ് സ്ട്രക്ചേഴ്സ് എവിടെയാണ് കാണുന്നത്, സ്പൊറാഞ്ചി എവിടെയാണ് കാണുന്നത്, ലീഫിലാണ് കാണുന്നത്. ഓക്കെ, രണ്ടാമത്തത് ലൈക്കോപോഡിയത്തിലെ കോണാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലെ. സലാജിനല്ല ലൈക്കോപോഡിയത്തിലൊക്കെ നമുക്ക് എന്ത് കാണാം, കോണുകളായിട്ട് കാണാം. ഈ കോണുകൾ നമുക്ക് ടൈപ്പ് എടുക്കുമ്പോൾ നോക്കാം. ഓരോ കോണുകൾ ഇവിടെ കാണാം നിങ്ങൾക്ക്. അതിൽ ഡിഫറെൻറ്റ് സ്പോറുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ സെയിം സ്പോറുകൾ ഉണ്ടാകാം. ഓക്കെ, ഹോമോസ്പോറസോ ഹെട്രോസ്പോറസോ കണ്ടീഷൻസ് ആകാം. ഇങ്ങനെ കോണായിട്ട് കാണുന്ന സ്പൊറാഞ്ചിയൽ സ്ട്രക്ചേഴ്സ് ഉണ്ട്. സ്പോറോകാർപ്പ്, മാർസിയിലേക്കൊക്കെ നമ്മൾ സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ പറഞ്ഞു സ്പോറോകാർപ്പ്. നമ്മൾ അതിനൊന്ന് മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. അതിനകത്ത് ഇങ്ങനെ സ്പോറോകാർപ്പിന്റെ അകത്ത് സ്പോറുകൾ കാണാം, സ്പൊറാഞ്ചിയ കാണാം. ഇനി ഒഫിയോഗ്ലോസത്തിലൊക്കെ ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്തിട്ട് നല്ല രീതിയിൽ സോറയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പൊറാഞ്ചിയൽ സ്ട്രക്ചേഴ്സ് നമുക്ക് എവിടെ കാണാം, ടെറിഡോഫൈറ്റ്സിൽ കാണാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. മോസ്റ്റ് ഓഫ് ദ ടെറിഡോഫൈറ്റ്സ് പ്രൊഡ്യൂസ് ഓൺലി വൺ ടൈപ്പ് ഓഫ് സ്പോർ. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ടെറിഡോഫൈറ്റുകളെ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കണ്ടീഷനെ ഹോമോസ്പോറസ് എന്ന് വിളിക്കും. ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഹോമോസ്പോറസ് ടെറിഡോഫൈറ്റ് എന്ന് പറയുമ്പോൾ ഇക്വിസിറ്റം ഒരു ഹോമോസ്പോറസ്. ഇക്വിസിറ്റത്തിന്റെ സ്പൊറാഞ്ചി നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒറ്റ ടൈപ്പ് സ്പോറുകൾ മാത്രമേ കാണുള്ളൂ. ഡിഫറെന്റ് ടൈപ്പ് സ്പോറുകളൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ലൈക്കോപോഡി ആയിക്കോട്ടെ, ടെറിസ് ആയിക്കോട്ടെ, ഓൾ ദീസ് ആർ ഹോമോസ്പോറസ് സ്പീഷീസ്. എന്നാൽ while some produce two different kinds of spores, അതിന് നമ്മൾ ഹെട്രോസ്പോറസ് കണ്ടീഷൻ എന്ന് വിളിക്കുക. എന്താ ഹെട്രോ മീൻസ് ഡിഫറെന്റ്, ഹോമോ മീൻസ് സിമിലർ, ഹോമോസ്പോറസ് മീൻസ് സിമിലർ സ്പോർസ്, ഹെട്രോസ്പോറസ് മീൻസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് അല്ലെ. രണ്ട് ടൈപ്പ് സ്പോറുകളാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹെട്രോസ്പോറസ് സ്പീഷീസിന് എക്സാമ്പിൾ നോട്ട് ചെയ്യണേ. സച്ച് ആസ് സെലാജിനല്ല, മാർസീലിയ, സാൽവേനിയ. ഓക്കെ, ഇവർക്ക് എന്താണ്, ഹെട്രോസ്പോറസ് ആണ്. ഓക്കെ, അപ്പോൾ ഹെട്രോസ്പോറി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്കാണ്. ഹെട്രോസ്പോറി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പോറുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. അപ്പോൾ ഹെട്രോസ്പോറി സ്റ്റാർട്ട് ചെയ്തത് ടെറിഡോഫൈറ്റ്സിലാണ്, എസ്പെഷ്യലി സെലാജിനലിലാണ് ഹെട്രോസ്പോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സെലാജിനലിൽ അതിനെക്കുറിച്ച് നോക്കാം. അപ്പോൾ ഹെട്രോസ്പോറി എന്ന് പറയുമ്പോൾ, ഹെട്രോസ്പോറസ് എന്ന് പറയുമ്പോൾ ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പോർ ആണല്ലോ. അതിൽ ഒരു സ്പോർ നമുക്ക് മൈക്രോസ്പോർ എന്ന് വിളിക്കാം, മറ്റേ സ്പോർ നമുക്ക് മെഗാസ്പോർ എന്ന് വിളിക്കാം. ഈ മൈക്രോസ്പോറുകളും മെഗാസ്പോറുകളും രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പാണ്. അവർ എന്താ പറയുക, അപ്പോൾ ജെർമിനേഷൻ ഓൾസോ ദേ വിൽ ഗിവ് ഡിഫറെൻറ്റ് പ്ലാന്റ്സ്. ഓക്കെ, നമുക്ക് നോക്കാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് എപ്പോഴാണ് സ്പോറോഫിൽ എന്ന് നമ്മൾ വിളിക്കാം, ലീവ്സ് സ്പൊറാഞ്ചിയ ബിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സ്പോറോഫിൽ എന്ന് വിളിക്കും. ഫിൽ എന്ന് കാണുമ്പോൾ ലീഫ് എന്ന് ഓർക്കുക അല്ലെ. ലീവ്സ് ബിയറിംഗ് സ്പൊറാഞ്ചിയ ആർ നോൺ ആസ് സ്പോറോഫിൽ. സ്പോറോഫിൽസിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെട്രോസ്പോറസ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പം മൈക്രോസ്പോറും ഉണ്ടാകും, മെഗാസ്പോറും ഉണ്ടാകും അല്ലെ. മൈക്രോസ്പോറും മെഗാസ്പോറും. ഇനി മൈക്രോസ്പോർ ഉള്ള സ്പൊറാഞ്ചിയക്ക് നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് വിളിക്കാമല്ലോ. മെഗാസ്പോർ ഉള്ള സ്പൊറാഞ്ചിയക്ക് നമുക്ക് മെഗാസ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. മൈക്രോസ്പോർ വേറെ, സ്പോർ അടങ്ങിയ സ്പൊറാഞ്ചിയനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. അപ്പം മൈക്രോസ്പോർ അടങ്ങിയ സ്പൊറാഞ്ചികളെ നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. മെഗാസ്പോർ അടങ്ങിയ സ്പൊറാഞ്ചികളെ നമുക്ക് മെഗാസ്പൊറാഞ്ചിയ എന്ന് വിളിക്കാം. അപ്പം ഞാൻ ചോദിക്കട്ടെ, മെഗാസ്പൊറാഞ്ചിയ ഉള്ള ലീഫുകളെ നമുക്ക് എന്ത് വിളിക്കാം, മെഗാസ്പൊറാഞ്ചിയ ബിയറിംഗ് ലീഫുകളെ നമുക്ക് മെഗാസ്പോറോഫിൽ എന്ന് വിളിക്കാം. അപ്പം മൈക്രോസ്പൊറാഞ്ചിയ ഉള്ള ലീഫുകളെയോ മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കാം. ഇത് ഹെട്രോസ്പോറസ് ആയിട്ടുള്ള പ്ലാന്റുകളുടെ കേസിലാണ്. ഇവിടെ ഒരു പ്ലാന്റിന്റെ കോൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സെലാജിനല്ലായിട്ട് നമുക്ക് അങ്ങനെ മനസ്സിൽ വിചാരിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്പൊറാഞ്ചിയയുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്, ഈ ഒരു സ്പൊറാഞ്ചിയയുടെ സ്ട്രക്ചറും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുനിന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് കാണുന്ന ഈ ഒന്നാമത്തെ സ്പൊറാഞ്ചിയ മെഗാസ്പൊറാഞ്ചിയ. ഓക്കെ, രണ്ടാമത്തത് മൈക്രോസ്പൊറാഞ്ചിയ. മെഗാസ്പൊറാഞ്ചിയയുടെ അകത്തുള്ള മെഗാസ്പോറുകൾ എന്ന് പറയുമ്പോൾ വളരെ വലുതാണ് അല്ലേ, വലുതാണ്. എന്നാൽ മൈക്രോസ്പൊറാഞ്ചിയൻ്റെ അകത്തുള്ള മൈക്രോസ്പോറുകൾ വളരെ മൈന്യൂട്ടാണ്. ഓക്കെ, ഇങ്ങനെയാണ് അല്ലേ. ഓക്കെ, അപ്പം നോക്കിയേ, മെഗാസ്പൊറാഞ്ചിയ അതിനകത്ത് മെഗാസ്പോറുകൾ, മൈക്രോസ്പൊറാഞ്ചിയ അതിനകത്ത് മൈക്രോസ്പോറുകൾ. ഓക്കെ, ഇനി മെഗാസ്പൊറാഞ്ചിയ എവിടെ ഇരിക്കുന്നത്, നമുക്ക് സ്പോറോഫിലുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലേ. തൊട്ടടുത്തൊരു ലീഫ് ഉണ്ടല്ലോ, ഈ ലീഫ് മൈക്രോസ്പൊറാഞ്ചിയ ബിയർ ചെയ്യുന്ന ലീഫുകളെ നമുക്ക് മെഗാസ്പോറോഫിൽ എന്നാണ് നമ്മൾ വിളിക്കുന്നത് അല്ലെ, മെഗാസ്പോറോഫിൽ. മൈക്രോസ്പൊറാഞ്ചിയ ബിയർ ചെയ്യുന്ന ലീഫുകളെ നമുക്ക് മൈക്രോസ്പോറോഫിൽ എന്ന് വിളിക്കാം, മൈക്രോസ്പോറോഫിൽ. ഓക്കെ, അപ്പോൾ ടേംസുമായിട്ടൊന്ന് ഫെമിലർ ആകുക. സ്പോറോഫിൽസ് നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, കൃത്യമായിട്ടുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആകാം.
ഓക്കെ. സ്പൊറോഫിലിനകത്ത് സ്പൊറാഞ്ചിയനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സ്പൊറാഞ്ചിയ ഇൻസൈഡ് ദ സ്പൊറോഫിൽ എന്നാണ് ഉദ്ദേശിച്ചത്. അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആക്കി. ഈ പിക്ചറിൽ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ഒരു ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇത് പ്ലേസ്ഡ് ആയിട്ടുള്ളത് സ്പൊറാഞ്ചിയ അല്ലേ. അതിന് എക്സാമ്പിളാണ് ടെറിസ്. ടെറിസിൽ എങ്ങനെയാണ് കാണുക? വളരെ എന്താ പറയുക, നല്ല രീതിയിൽ അടുക്കി പെറുക്കി വെച്ച പോലെയാണ് കാണുക. അഡിയാൻഡം ഓക്കെ. ഒരുവിധ എല്ലാ ഫേൺസിലും എങ്ങനെയാണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പൊറാഞ്ചിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ. എന്നാൽ ചില സ്പീഷീസിൽ നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, സെലാജിനല്ലി ആയിക്കോട്ടെ, ലൈക്കോപോഡി ആയിക്കോട്ടെ, ഇക്വിസിറ്റ ആയിക്കോട്ടെ, അവർക്ക് കോൺ അല്ലെങ്കിൽ സ്ട്രൊബൈലി ആയിട്ടാണ് നമുക്ക് ഇത്തരം സ്പൊറാഞ്ചിയയുടെ എന്ത് വരുന്നത്, അറേഞ്ച്മെന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും ഈ സ്പോറും സ്പൊറാഞ്ചിയും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഈ കോണം പൊട്ടിയിട്ട് ഡെഹിസൻസിന്റെ ഭാഗമായിട്ട് ഇത് പൊട്ടിയിട്ടാണ് ഈ സ്പോറുകൾ ലിബറേറ്റ് ചെയ്യുന്നത്. അത് ഓരോ പ്ലാന്റിലും വ്യത്യാസമുണ്ട്. ഇക്വിസിറ്റം, സെലാജിനല്ല, ഓസ്മുണ്ട, ലൈക്കോപോഡിയം പോലെയുള്ളവർക്ക് കോൺ ഉണ്ട്. ഓക്കെ. കോൺസ് അല്ലെങ്കിൽ നമുക്കതിന് സ്ട്രൊബൈലസ് എന്ന് വിളിക്കാം. നമ്മൾ സ്പൊറാഞ്ചിയയുടെ ഒരു കുറച്ചും കൂടി അറേഞ്ച്മെന്റ് നോക്കുവാണെങ്കിൽ ഫിലിക്കേൽസ് എന്ന് പറയുമ്പോൾ ഫേൺസ് ആണ്. ഈ ടേം ഇവിടെ പരിചയപ്പെടുക. ഫിലിക്കേൽസ് എന്ന് പറയുമ്പോൾ ഫേൺസ് ആണ്. ഓക്കെ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് എഡോഫൈറ്റ്സ് ആണ്, ഫേൺസ് ആണ്. ഓക്കെ, ഫേൺസ് ആണ്. ഫിലിക്കേൽസിൽ സ്പൊറാഞ്ചിയ ക്ലസ്റ്റർ ആയിട്ട് അഗ്രിഗേറ്റ് ചെയ്ത് നമ്മൾ തൊട്ട് മുന്നേ കണ്ടില്ലേ, നമ്മളതിനെ സൊറായി എന്ന് വിളിച്ചല്ലോ അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്പ് അറേഞ്ച്മെന്റ് ഉണ്ട്. സിമ്പിൾ സോറസ് ഉണ്ട്, ഗ്രേഡേറ്റ് സോറസ് ഉണ്ട്, മിക്സഡ് സോറസ് ഉണ്ട്. ഓക്കെ. സിമ്പിൾ സോറസ് എന്ന് പറയുമ്പോൾ എന്താ നോക്കാം. ഇവിടെ എന്താ പറയുക, ഇവിടെ എല്ലാ സ്പൊറാഞ്ചിയും നിങ്ങൾക്ക് സ്പൊറാഞ്ചിയസ് കാണാം. 1, 2 അല്ലേ, 3, 4, 5 അങ്ങനെ ഒരുപാട് സ്പൊറാഞ്ചിയസ് കാണാം. എല്ലാ സ്പൊറാഞ്ചിയും ഏതാണ്ട് ഒരേ ടൈമിൽ അപ്പിയർ ചെയ്യുന്നു, ഒരേ ടൈം ഗ്രോ ചെയ്യുന്നു, ഒരേ ടൈം മെച്യൂർ ചെയ്യുന്നു. ആ ഒരേ ടൈമിൽ ഇതൊക്കെ നടക്കുന്നതിന് നമുക്ക് സിമ്പിൾ സോറസ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്കാം. ബോട്രിക്യം, ഒഫിയോഗ്ലോസൊക്കെയാണ് എക്സാമ്പിൾസ്. ഓക്കെ. സിമ്പിൾ സോറസ് ക്യാൻ ബി റിപ്പോർട്ടഡ് അല്ല ക്യാൻ ബി സീൻ ഇൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻസ് വരുമ്പോൾ ഈ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. ഗ്രേഡേറ്റ് സോറസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രേഡിയന്റ് അവിടെ കാണാം അല്ലെ. എന്താ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത്? നോക്കൂ. ഇൻ ദിസ് ടൈപ്പ് ദ സെൻട്രൽ ഓർ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ സോറസ് ഹാസ് മെച്യൂർ ഓർ ഓൾഡർ സ്പൊറാഞ്ചിയ ആൻഡ് ദ പെരിഫറൽ ഓർ പ്രോക്സിമൽ പാർട്ട് ഹാസ് ഇമ്മെച്യൂർ സ്പൊറാഞ്ചിയ ഓർ യങ് സ്പൊറാഞ്ചിയ. പിക്ചറിലേക്ക് നോക്കൂ. ഒരു സെന്ററിലേക്ക് നോക്കുവാണെങ്കിൽ മെച്യൂർ ആയിട്ടുള്ള സ്പൊറാഞ്ചിയ കാണാം. സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ യങ് സ്പൊറാഞ്ചിയസ് ആണ് കാണുന്നത്. ഈ രണ്ട് സൈഡിലും യങ് സ്പൊറാഞ്ചിയും സെന്ററിൽ മെച്യൂർ സ്പൊറാഞ്ചിയും കാണുന്ന ഒരു അറേഞ്ച്മെന്റിനാണ് ഗ്രേഡേറ്റ് സോറസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇത് ഏതിലൊക്കെയാണ് കാണാം? മാർസീലിയ, സയാത്യ. അധികം ചോദിക്കാൻ സാധ്യത ഗ്രേഡേറ്റ് സോറസ് ഇസ് വിസിബിൾ ഇൻ. ഓക്കെ. എക്സാമ്പിൾ ആണ് നമ്മൾ പഠിക്കുന്നത്. മാർസീലിയയിലും സയാത്യയിലൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള, നമുക്ക് എല്ലാ ടൈപ്പൊന്നും പഠിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം നമുക്ക് ഇത്തരം എക്സാമ്പിൾസ് വെച്ച് നമുക്ക് ടൈപ്പ് നമ്മൾ ഇങ്ങനെയൊക്കെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിച്ചു പോവാം. മിക്സഡ് സോറസ് എന്ന് പറയുമ്പം ഇമ്മെച്യൂറും മെച്യൂർ ഒക്കെ ആയിട്ടുള്ള സ്പൊറാഞ്ചിയ ഇറഗുലർ പാറ്റേണിലുള്ള അറേഞ്ച്മെന്റ്, അതാണ് നമ്മൾ മിക്സഡ് സോറസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ടെറിഡിയം, ടെറിസ്, അഡിയാൻഡം, പോളിപ്പോഡിയം പോലത്തെ സ്പീഷീസിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ കാണാം. ഈ യങ് സ്പൊറാഞ്ചിയും മെച്യൂർ സ്പൊറാഞ്ചിയും ഒക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് കാണുക. ഇന്റർമിക്സ്ഡ് ആയിട്ടാണ് കാണുക അല്ലെ. ഒരു പ്രത്യേക സ്ഥലം, ഒരു ഗ്രേഡേറ്റോ ഒന്നുമില്ല, മിക്സ്ഡ് ആയിട്ടാണ് കാണുക. അപ്പോൾ 3 ടൈപ്പായിട്ടുള്ള സ്പൊറാഞ്ചിയൽ അറേഞ്ച്മെന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. സിമ്പിൾ, ഗ്രേഡേറ്റ് ആൻഡ് മിക്സ്ഡ് സോറസ്. ഓക്കെ. ജനറൽ ഫീച്ചർ ഓഫ് ടെറിഡോഫൈറ്റ്സിൽ സ്പൊറാഞ്ചിയയുടെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിച്ചു കാണുന്ന ഒരു ഏരിയ ആണ്. ഡെവലപ്മെന്റ് 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് യൂസ്പൊറാഞ്ചിയ ഡെവലപ്മെന്റ്, 2 ലെപ്റ്റോസ്പൊറാഞ്ചിയ ഡെവലപ്മെന്റ്. ഓക്കെ. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അത് ഏതൊക്കെ സ്പീഷീസിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അത്രയും നമുക്ക് നോക്കിയാൽ മതി. ഒത്തിരി ഡെവലപ്മെന്റ് ആസ്പെക്റ്റിലേക്ക് പോകണ്ട. യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം എങ്ങനെയാണ് സ്പൊറാഞ്ചിയ ഉണ്ടാവുന്നത്? ഓക്കെ. ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഓക്കെ. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർഫിഷ്യൽ സെൽസ് എന്നായിരിക്കും ഈ സ്പൊറാഞ്ചിയയുടെ ഡെവലപ്മെന്റ് നടക്കാൻ പോകുന്നത്. അതായത് ഗ്രൂപ്പ് ഓഫ് സൂപ്പർഫിഷ്യൽ സെൽസ്. പിക്ചർ കാണിക്കാം. ഈ ഒരു പിക്ചർ നോക്കൂ. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം എ എന്ന് പറഞ്ഞ അവരുടെ ഡയഗ്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു സെറ്റ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർഫിഷ്യൽ ആയിട്ട് കാണുന്ന, പുറത്തേക്ക് ഏറ്റവും ഔട്ടർ ലെയറിൽ കാണുന്ന കുറച്ച് സെല്ലുകൾ ചേർന്നിട്ട്, ഓക്കെ, ഒരെണ്ണമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ ചേർന്നിട്ട് ആണ് എന്തായി മാറാൻ പോകുന്നത്? സ്പൊറാഞ്ചിയ ആയി മാറാൻ പോകുന്നത്. ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ടുള്ളതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അവർക്ക് ആദ്യം നടക്കുന്ന ഡിവിഷനാണ് പെരിക്ലൈനൽ ഡിവിഷൻ. ഇപ്പം ഇങ്ങനെ ഒരു സെല്ലിന് 2 രീതിയിൽ ഡിവിഷൻ നടക്കാം അല്ലേ. ഇങ്ങനെയും നടക്കാം അല്ലേ, അല്ലെങ്കിൽ ആ സെല്ലിന് ഇങ്ങനെയും നടക്കാം.
ആദ്യം വരച്ചതാണ് പെരിക്ലൈനൽ ഡിവിഷൻ, ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത് ആൻറ്റിക്ലൈനൽ ഡിവിഷൻ. അപ്പോൾ ഇവിടെ യൂസ്പൊറാഞ്ചിയേറ്റ് ആയിക്കോട്ടെ ലെപ്റ്റോ ആയിക്കോട്ടെ പെരിക്ലൈനൽ ഡിവിഷനാണ് ആദ്യം നടക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കണേ. ഇനി യൂസ്പൊറാഞ്ചിയേറ്റിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർഫിഷ്യൽ സെൽസിന് പെരിക്ലൈനൽ ഡിവിഷൻ നടക്കുന്നത്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം സൂപ്പർഫിഷ്യൽ സെൽസിനെ അവിടെ ലേബിൾ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് എന്ത് നടക്കുന്നുണ്ട്? ഇങ്ങനെ പെരിക്ലൈനൽ ആയിട്ട് ഡിവിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ പെരിക്ലൈനൽ ഡിവിഷൻ നടന്നിട്ട് 2 ലെയർ ഉണ്ടാവുമല്ലോ, ഇത് ഔട്ടർ ലെയർ, ഇത് ഇന്നർ ലെയർ. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഔട്ടർ ലെയർ ഉണ്ടാകും, ഒരു സെറ്റ് ഓഫ് ഇന്നർ ലെയർ ഉണ്ടാകും. ഈ എന്താ പറയുക, ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ നോക്കുവാണെങ്കിൽ ഇന്നർ ലെയർ ആണ് സ്പോറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. ഇന്നർ ലെയർ ആണ് സ്പോറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. പിക്ചറിലേക്ക് നോക്കൂ, അങ്ങനെ ഔട്ടർ ആൻഡ് ഇന്നർ ലെയേഴ്സ് ഉണ്ടാവും. പിന്നെ അവർക്ക് ഒരുപാട് ഡിവിഷൻസ് നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നിട്ട് ഈ ഉള്ളിലേക്കുള്ള സെല്ലുകളിൽ നിന്നാണ് സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ സ്പോറോജീനസ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ഔട്ടർ ലെയർ കൊണ്ട് എന്താ ഉണ്ടാകുന്നുണ്ടാവുക? ടെപ്പേറ്റം പോലെയുള്ള പ്രൊട്ടക്റ്റീവ് സ്ട്രക്ചേഴ്സ്, നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് എന്താണ് ഇന്നർ സ്പൊറാഞ്ചിയ അല്ലെങ്കിൽ സ്പോർ ഉണ്ടാവാൻ പോകുന്ന സെല്ലുകൾ, സ്പോർ മദർ സെല്ല്, അത്തരം സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് ഈ ഇൻസൈഡ് ഉള്ള സെല്ലുകൾ, ഇന്നർ ലെയർ ഓഫ് സെൽസ് നിന്നായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്തരം ഡെവലപ്മെന്റിനാണ് യൂസ്പൊറാഞ്ചിയേറ്റ് എന്നുള്ള ഡെവലപ്മെന്റ്. ഓക്കെ, എന്തൊക്കെ ഓർക്കേണ്ടത്? യൂസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെന്റ് ഒരു ഗ്രൂപ്പ് ഓഫ് സൂപ്പർഫിഷ്യൽ സെൽസ് എന്നാണ്. അവർക്ക് ആദ്യം നടക്കുന്ന ഡിവിഷൻ ഏതാണ്? പെരിക്ലൈനൽ ഡിവിഷനാണ്. എന്നിട്ട് ഔട്ടർ ആൻഡ് ഇന്നർ ലെയർ ഉണ്ടാകും ഫസ്റ്റ്, പിന്നീട് കണ്ടിന്യൂസ് ഡിവിഷൻസ് നടന്നുകൊണ്ടേയിരിക്കും. അതിൽ ഇന്നർ ലെയർ ആണ് സ്പൊറോജീനസ് ടിഷ്യൂ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അവിടെ വരുന്ന എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. സൈലോട്ടം, ലൈക്കോപോഡിയം, സെലാജിനല്ല, ഇക്വിസൈറ്റ്. എക്സാമ്പിൾസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ക്വസ്റ്റ്യൻ വരിക സൈലോട്ടത്തിലെ സ്പൊറാഞ്ചിയയുടെ ഡെവലപ്മെന്റ് ഏത് ടൈപ്പിലാണ്, ഇക്വിസിറ്റത്തിൽ ഏത് ടൈപ്പാണ്. അപ്പം എന്തെങ്കിലും കോഡാക്കിയിട്ട് നമ്മൾ എക്സാമ്പിൾ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡെവലപ്മെന്റ് മൊത്തം പഠിക്കണം എന്നൊന്നുമില്ല. രണ്ടാമത് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെന്റ് ആണ്. മറ്റേത് ഗ്രൂപ്പ് ഓഫ് സെൽ ആണെങ്കിൽ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഈ ഡെവലപ്മെന്റ് നടക്കുന്നത് ഒരു സിംഗിൾ ഇനീഷ്യൽ സെൽസ് എന്നായിരിക്കും. ഓക്കെ, ഒരു സിംഗിൾ സെല്ലിനായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒറ്റൊരു സ്പൊറാഞ്ചൽ ഇനീഷ്യൽ സെല്ലുണ്ട്. ഈ ഒറ്റ സെല്ലിൽ നിന്നാണ് ഇത് നടക്കുന്നത്, ഡിവിഷൻ നടക്കുന്നത്. ഒറ്റ സെല്ലിൽ നിന്നാണ് ഡിവിഷൻ നടക്കുന്നത്. ശരി, ഒന്ന് കട്ട് ചെയ്യണേ. ഇവിടെ ഒറ്റ സെല്ലിൽ നിന്നാണ് ഡിവിഷൻ നടക്കുന്നത്. ആ ഒറ്റ സിംഗിൾ സെല്ലിനും ഫസ്റ്റ് നടക്കുന്നത് പെരിക്ലൈനൽ ഡിവിഷൻ തന്നെയാണ്. എന്നിട്ട് ഔട്ടർ ആൻഡ് ഇന്നർ സെൽസ് ഉണ്ടാകും. ഓക്കെ, ഔട്ടർ സെൽസ് ആണ് ഇവിടെ സ്പൊറാഞ്ചിയ ആയിട്ട് മാറുന്നത്. തൊട്ട് മുന്നേ പഠിച്ച യൂസ്പൊറാഞ്ചിയേറ്റിൽ ഇന്നർ ലെയർ ഓഫ് സെൽസ് ആണ് സ്പൊറാഞ്ചിയ ആയിട്ട് മാറുന്നത്, അല്ലെ സ്പൊറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. ഇവിടെ ഔട്ടർ സെൽസ് ആണ് സ്പൊറാഞ്ചിയ ആയിട്ട് മാറുന്നത്. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം ഔട്ടർ ആൻഡ് ഇന്നർ. ഇത് ഔട്ടർ സെല്ലാണ്, ഇത് ഇന്നർ സെല്ലാണ്. ഈ ഔട്ടർ സെല്ലിൽ നിന്നുമാണ് ഈ ഡെവലപ്മെന്റ് നടന്നിട്ട് സ്പൊറാഞ്ചിയ ആയിട്ട് മാറുന്നതും അവിടെ അകത്താണ് പിന്നെ സ്പോർസ് ഒക്കെ ഉണ്ടായിട്ട് മാറുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിയാലോ. ഇത് എക്സാമ്പിൾസ് ആണ് പഠിക്കേണ്ടത്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിന്റെ എക്സാമ്പിൾസ് നോക്കൂ. സാൽവീനിയ, മാർസീലിയ, പോളിപ്പോയിഡിയം, ടെറിസ്, എക്സെട്ര. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. യൂസ്പൊറാഞ്ചിയേറ്റിൽ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റും മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ പോയിന്റ് ആണ്. മെനി ഇനീഷ്യൽസ് ചേർന്നിട്ട്, അല്ലെ ഗ്രൂപ്പ് ഓഫ് സെൽസ് എന്നാണ് യൂസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെന്റ് തുടങ്ങുന്നത്. ഇവിടെ സിംഗിൾ ഇനീഷ്യൽ സെൽ എന്നായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. ഗ്രൂപ്പ് ഓഫ് സെൽ എന്ന് തുടങ്ങുന്നത് കൊണ്ട് തന്നെ സ്പൊറാഞ്ചിയം എന്നുള്ളത് ഒരു മാസീവ് സ്പൊറാഞ്ചി ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടി മാസീവ് സ്ട്രക്ചർ ആയിരിക്കും, കുറച്ചുകൂടി ലാർജ് ആയിരിക്കും. ഇവിടെ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു സ്പൊറാഞ്ചി ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനി ഇന്നർ ഡോട്ടർ സെൽസ് എന്നാണ് സ്പൊറോജീനസ് ടിഷ്യൂ ഉണ്ടാവുക നമ്മൾ പറഞ്ഞു. ഔട്ടർ ഡോട്ടർ സെൽസ് എന്നാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പിൽ സ്പൊറോജീനസ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവും. ഇനി നമ്മൾ ആ വോളിൻ്റെ തിക്നെസ് നോക്കുവാണെങ്കിൽ യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പിൽ ആ വോൾ നല്ല തിക്കായിരിക്കും. ഒരു സെവറൽ സെൽസ് തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു സ്പൊറാഞ്ചൽ വോളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. എന്നാൽ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് കുറച്ചും കൂടി 1 സെൽ തിക്നെസ്സിൽ വളരെ തിന്നായിട്ടുള്ള ഒരു സ്പൊറാഞ്ചിയം വോളാണ് നമുക്ക് കാണാൻ പറ്റും. എഗെയിൻ ഇവിടെ എക്സാമ്പിൾസ് ആണ് നോക്കേണ്ടത്. ലൈക്കോപോഡിയം, സെലാജിനല്ല, ഇക്വിസീറ്റം പോലെയുള്ളവർക്ക് യൂസ്പൊറാഞ്ചിയ ഡെവലപ്മെൻറ്റും, ടെറിസ്, പോളിപ്പോഡിയം, മാർസീലിയ പോലുള്ളവർക്ക് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെൻറ്റുമാണ്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, യൂസ്പൊറാഞ്ചിയേറ്റ് ആൻഡ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഡെവലപ്മെൻറ്റ്.
ഓക്കെ, സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കിയ കാര്യങ്ങൾ ജനറൽ ഫീച്ചേഴ്സ് ആണ്. നമ്മളതിൻ്റെ എന്താ പറയുക, ലീഫ്, സ്റ്റെമ്മ്, ഹാബിറ്റായിട്ട് തുടങ്ങി ലീഫ്, സ്റ്റെമ്മ് നമ്മളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് നമ്മൾ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്ക് വരികയാണ്. അതിന് മുന്നേ നമ്മൾ സ്പൊറാഞ്ചിയ നോക്കി. സ്പൊറാഞ്ചിയൻ്റെ അകത്ത് എന്താ ഉണ്ടാവുക? സ്പോറുകളാണ് ഉണ്ടാവുക അല്ലേ. സ്പോറുകൾ എന്ന് പറയുമ്പോൾ അവിടെ മിയോസിസും കാര്യങ്ങളൊക്കെ നടന്നിട്ടാണ് സ്പോർസ് ഉണ്ടാവുന്നത്. ഈ സ്പോറിൻ്റെ വോള് എക്സൈൻ ആൻഡ് ഇൻടൈൻ ആയിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഔട്ടർ എക്സൈൻ ആണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഔട്ടർ ലെയർ ആണ് ഈ എക്സൈൻ എന്ന് പറയുന്നത്. ഇന്നർ ലെയറിനെയാണ് നമ്മൾ ഇൻടൈൻ എന്ന് പറയുന്നത്. ഇന്നർ ലെയർ ആണ് ഇൻടൈൻ. ഓക്കെ, എക്സൈൻ ഓഫൻ തിക്കാണ്, ഹൈ റെസിസ്റ്റൻ്റ് ആണ്. ഈ സ്പോറുകളെ സർവൈവ് ചെയ്യിപ്പിക്കുന്നത് ഈ എക്സൈൻ്റെ ഈ തിക്ക് കോട്ടിങ് കൊണ്ടാണ്. ഓക്കെ, ഇനി സ്പോറ് ലിബറേറ്റ് ചെയ്തു, മണ്ണിൽ വീണു അല്ലേ. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ സ്പോറ് ജെർമിനേറ്റ് ചെയ്യും. ടെഡോഫൈറ്റിലായിക്കോട്ടെ ബ്രയോഫൈറ്റിലായിക്കോട്ടെ സ്പോറോഫൈറ്റിക് ഫേസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഫേസ് ആണ് ഗാമറ്റോഫൈറ്റിക് ഫേസ്. ഓക്കെ, ഇവിടെ സ്പോറോഫൈറ്റിക് ഫേസ് ആണ് ഡോമിനന്റ് ഫേസ്. ബ്രയോഫൈറ്റ്സിലാണെങ്കിൽ ഗാമറ്റോഫൈറ്റിക് ഫേസ് ആണ് ഡോമിനന്റ് ഫേസ്. ഇനി സ്പോർ ഉണ്ടാവുന്നവരെ നമ്മൾ നോക്കി. ഈ സ്പോർ ലിബറേറ്റ് ചെയ്യുന്നു അല്ലേ, സ്പോർ മണ്ണിൽ വീഴുന്നു, അത് ജെർമിനേറ്റ് ചെയ്യുന്നു, എന്നിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ സ്പോർ ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസസ് ഗാമറ്റോഫൈറ്റ്. ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ഗാമേറ്റ് ബിയറിംഗ് സ്ട്രക്ചേഴ്സ് ആണ്. മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റുകളുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഗാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ടെഡോഫൈറ്റിൽ ഹോമോസ്പോറസ് ആൻഡ് ഹെട്രോസ്പോറസ് സ്പീഷീസ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ. ഹോമോസ്പോറസ് എന്ന് പറയുമ്പോൾ സിമിലർ സ്പോർസ് മാത്രം, അല്ലെങ്കിൽ ഒരു ടൈപ്പ് സ്പോർ മാത്രം ഉണ്ടാക്കുന്ന ആൾക്കാർ. ഹെട്രോസ്പോറസ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് സ്പോറുകൾ ഉണ്ടാവും അല്ലേ. 2 ടൈപ്പ് സ്പോറുകൾ, മൈക്രോ ആൻഡ് മെഗാ സ്പോറുകൾ അവർക്ക് ഉണ്ടാവും. ഹെട്രോസ്പോറസ് സ്പീഷീസ് ആണെങ്കിൽ അവർക്ക് മൈക്രോ ഗാമറ്റോഫൈറ്റും ഉണ്ടാകും, മെഗാ ഗാമറ്റോഫൈറ്റും ഉണ്ടാകും. അതെങ്ങനെ? കാരണം നമ്മൾ തൊട്ട് മുന്നേ കണ്ടു, അവർക്ക് മൈക്രോസ്പോറുകളും ഉണ്ട്, മെഗാസ്പോറുകളും ഉണ്ട് അല്ലേ. മൈക്രോസ്പോറാഞ്ചിയൻ്റെ അകത്തും മെഗാസ്പോറാഞ്ചിയൻ്റെ അകത്താണ് ഉണ്ടാവുക. ഇനി മൈക്രോസ്പോർ ഇത് മെഗാസ്പോർ. ഓക്കെ, മൈക്രോസ്പോർ മണ്ണിൽ വീഴുന്നു. ഇത് ഹെട്രോസ്പോറസ് സ്പീഷീസിൻ്റെ കേസിലാണ്. സാധാ ഒരു ഹോമോസ്പോറസ് സ്പീഷീസിൻ്റെ കേസിൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു സ്പോർ മണ്ണിൽ വീഴുന്നു, ജെർമിനേറ്റ് ചെയ്യുന്നു, നേരെ ഗാമറ്റോഫൈറ്റ് ഉണ്ടാവുന്നു, അത്രയേ ഉള്ളൂ. ഇവിടെ ഹെട്രോസ്പോറസ് സ്പീഷീസിൽ മൈക്രോസ്പോറുകളാണ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈക്രോ ഗാമറ്റോഫൈറ്റുകളായിരിക്കും ഉണ്ടാവുക. മൈക്രോ ഗാമറ്റോഫൈറ്റ്. ഓക്കെ, മൈക്രോ ഗാമറ്റോഫൈറ്റ്. മെഗാസ്പോർ ആണ് ജെർമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ മെഗാ ഗാമറ്റോഫൈറ്റ്. അപ്പോൾ രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും, ഈ മൈക്രോ ഗാമറ്റോഫൈറ്റും മെഗാ ഗാമറ്റോഫൈറ്റും എന്താണ്, 2 ആയില്ലേ അല്ലെ, 2 ഡിഫറെൻറ്റ് ഗ്രൂപ്പുകളായി മാറിയില്ലേ. നമുക്കതിലേക്ക് വരാം. സ്പോറോഫൈറ്റ് ഇവിടെ ഡോമിനന്റ് ഫേസ് ആണ് നമ്മൾ പറഞ്ഞു. ഗാമറ്റോഫൈറ്റ് റെഡ്യൂസ്ഡ് ഫേസ് ആണ്. ഗാമറ്റോഫൈറ്റ് ഓഫ് ടെഡോഫൈറ്റ് നമുക്ക് അത്ര വിസിബിൾ അല്ല. അത് പെട്ടെന്ന് തന്നെ ജെർമിനേറ്റ് ചെയ്തിട്ട് റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഫെർട്ടിലൈസ് ചെയ്തിട്ട് അഗെയിൻ സ്പോറോഫൈറ്റിക് ഫേസിലേക്ക് പെട്ടെന്ന് തന്നെ പോകും. അപ്പോൾ നമ്മൾ ഗാമറ്റോഫൈറ്റിനെ കുറിച്ച് പറയാണ്. നമ്മൾ തൊട്ട് മുന്നേ ഹോമോസ്പോറസും ഹെട്രോസ്പോറസും പറഞ്ഞു. ഇനി അഗെയിൻ ഇവിടെ പറയാണ്, ഹോമോസ്പോറസ് ഫോമുകളാണെങ്കിൽ, അഗെയിൻ ഹോമോസ്പോറസ് എന്ന് പറയുമ്പോൾ ഹോമോ, സിമിലർ, സ്പോറസ്, സ്പോർ അല്ലേ. സിമിലർ സ്പോറുള്ള ഗ്രൂപ്പുകളിൽ സച്ചാസ് സൈലോട്ടം, ലൈക്കോപോഡിയം, ഒഫിയോഗ്ലോസം പോലുള്ള ഹോമോസ്പോറസ് ഫോമുകളിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. സ്പൊറാഞ്ചിയത്തിൻ്റെ എല്ലാം മാറിപ്പോയത്. സ്പൊറാഞ്ചിയത്തിനാണ് നമ്മൾ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ്, നിയോസ്പൊറാഞ്ചിയേറ്റ് പഠിച്ചത്. ഇവിടെ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എക്സോസ്പോറിക് ആണ്. നേരെ മറിച്ച് ഹെട്രോസ്പോറസ് സ്പീഷീസുകൾ, അതായത് 2 ഡിഫറെൻറ്റ് ടൈപ്പ് സ്പോറുകളുള്ള സ്പീഷീസിൽ ഗാമറ്റോഫൈറ്റിൻ്റെ ഡെവലപ്മെന്റ് എൻഡോസ്പോറിക് ആണ്. അങ്ങനെ പറയുമ്പോൾ എക്സോസ്പോറിക് എന്ന് പറയുമ്പോൾ ഇതാണ് എന്താ പറയുക, സ്പോർ. ഓക്കെ, ഈ സ്പോർ മണ്ണിൽ വീണിട്ടാണല്ലോ ജെർമിനേറ്റ് ചെയ്യേണ്ടത്. ഈ ജെർമിനേഷൻ ഓഫ് ദ ഗാമറ്റോഫൈറ്റ് ഔട്ട്സൈഡ് ദ സ്പോർ വാൾ ആണെങ്കിൽ, ഇങ്ങനെ പുറത്തേക്കാണ് ജെർമിനേറ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ എക്സോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഔട്ട് എന്നല്ല അർത്ഥം, പുറത്തേക്ക് എന്നല്ല അർത്ഥം. ഇനി ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് ഈ സ്പോറിന്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ എൻഡോ മീൻസ് ഇൻസൈഡ് എന്നല്ല നമ്മൾ പറയാം അല്ലേ, എൻഡോസ്പോറിക് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാണ്, സെലാജിനെല്ലയിലെ ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് എൻഡോസ്പോറിക് ആണോ എക്സോസ്പോറിക് ആണോ, നമ്മൾ എങ്ങനെയത് ഡിസൈഡ് ചെയ്യും? സെലാജിനെല്ല, മാർസീലിയ, ഐസോവീറ്റ്സ് എന്നൊക്കെ പറയുന്നത് ഹെട്രോസ്പോറസ് സ്പീഷീസ് ആണെന്ന് ആദ്യം നമുക്ക് അറിയണം. ഹെട്രോസ്പോറസ് സ്പീഷീസ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആലോചിക്കാൻ പറ്റൂ. ഓക്കെ, ഹെട്രോസ്പോറസിന് എൻഡോസ്പോറിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രീതിയിൽ എക്സാമ്പിൾസ് പഠിച്ചു നോക്കാം. അപ്പോൾ ഹെട്രോസ്പോറസിന് എൻഡോസ്പോറിക് ആണ്, ഹോമോസ്പോറസിന് എക്സോസ്പോറിക് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയില്ല, എന്നാലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ എക്സോസ്പോറിക് എന്ന് പറയുമ്പോൾ ഈ സ്പോർ വാളിന്റെ പുറത്ത്, എൻഡോ എന്ന് പറയുമ്പോൾ അകത്ത്.
എൻവയോൺമെന്റിന് കൂടുതലായിട്ട് വൾണറബിൾ ആവുന്ന അല്ലെ എൻവയോൺമെന്റിന് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വരുന്നത് ഏത് തരം ഡെവലപ്മെന്റ് ആയിരിക്കും? എക്സോസ്പോറിക് ഡെവലപ്മെന്റ് ആയിരിക്കും. കാരണം ഇത് ഔട്ട്സൈഡ് ദ സ്പോർ വോൾ ആണ്. സ്പോർ വോൾ വളരെ തിക്കാണ്, ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആണ്. അതിന് പുറത്താണ് ഗാമറ്റോഫൈറ്റിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നത് കൊണ്ട് എക്സോസ്പോർ എന്ന് പറയുന്നത് ഈ എൻവയോൺമെന്റിന് നല്ല റോൾ ഉണ്ട്. ഈ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അവിടെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എവിടെ? എക്സോസ്പോറിക് ഡെവലപ്മെന്റ് കേസിൽ ഔട്ട്സൈഡ് ദ സ്പോർ വോളിൽ ഡെവലപ്മെന്റ് നടക്കും. അത് കാണിക്കുന്നത് ഹോമോസ്പോറസ് സ്പീഷീസ് മാത്രമാണ്. ഓൾ ഹെറ്ററോസ്പോറസ് സ്പീഷീസ് ആർ ഹാവിംഗ് എൻഡോസ്പോറിക് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് ആണ്, ഹെറ്ററോസ്പോറസ് സ്പീഷീസ് ആണെങ്കിൽ 2 തരം ഗാമീറ്റ് ഉണ്ട്, മൈക്രോ ആൻഡ് മെഗാ ഗാമീറ്റ്സ് അല്ലേ. എന്താ പറയുക, അവർക്ക് 2 തരം സ്പോറുകൾ ഉണ്ടായിരുന്നു, മൈക്രോ സ്പോറുകളും മെഗാ സ്പോറുകളും. മൈക്രോ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തിട്ട് മൈക്രോ ഗാമീറ്റ്സ് ഉണ്ടാകുന്നു, ഗാമറ്റോഫൈറ്റ് ഉണ്ടാകുന്നു. മെഗാ സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്ത് മെഗാ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. ഓക്കെ, പക്ഷെ ഹോമോസ്പോറസ് പ്ലാന്റുകൾക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹോമോസ്പോറസ് സ്പീഷീസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊണീഷ്യസ് പ്ലാന്റുകളായിരിക്കും ഉണ്ടാവുക. എന്താ മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ? മെയിലും ഫീമെയിലും ഒരേ പ്ലാന്റിൽ അല്ലേ, നമ്മൾ അങ്ങനെയല്ലേ മൊണീഷ്യസ് എന്ന് പറയാം. മൊണീഷ്യസ് എന്ന് പറയുമ്പോൾ ഇവിടെ ടെറഡോഫൈറ്റ്സിൽ ആന്ത്രീഡിയ is the male reproductive organ, Archegonia which is the female reproductive organ, both are born on the same prothallus. എന്താ ഈ പ്രോത്താലസ് നമുക്ക് നോക്കാം. ഗാമറ്റോഫൈറ്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ പറയുന്ന പേരാണ് പ്രോത്താലസ്. ഓക്കെ, അപ്പം ഹോമോസ്പോറസ് സ്പീഷീസ് എപ്പോഴും മൊണീഷ്യസ് ആയിരിക്കും. ഇനി ഒരു എക്സെപ്ഷൻ ഉണ്ട് അതിന്. എക്സെപ്ഷനാണ് ടെറിസ്, ടെറിഡിയം. ഇവരൊക്കെ എന്താണ്? ഹോമോസ്പോറസ് ആയിട്ടും കൂടി ഡൈഷ്യസ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഹെട്രോസ്പോറസ് സ്പീഷീസ് എപ്പോഴും ഡൈഷ്യസ് ആയിരിക്കും. ഹെട്രോസ്പോറസ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ അവർക്ക് മൈക്രോസ്പോറുകളും ഉണ്ടാകും, മെഗാസ്പോറുകളും ഉണ്ടാകും അല്ലേ. അതുകൊണ്ട് അവർക്ക് 2 തരം ഗാമറ്റോഫൈറ്റുകൾ ഉണ്ടാകും. മൈക്രോസ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തിട്ട് മെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും, മെഗാസ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തിട്ട് ഫീമെയിൽ ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും അല്ലേ. അപ്പോൾ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ അവർ എന്ത് വിളിക്കും? ഡൈഷ്യസ് എന്ന് വിളിക്കും. അപ്പം മൊണീഷ്യസ് ആരാണ്? ഹോമോസ്പോറസ്, ഡൈഷ്യസ്, ഹെട്രോസ്പോറസ്. ഓക്കെ, നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഹോമോസ്പോറസ് ടെറഡോഫൈറ്റ്സും ഹെട്രോസ്പോറസും നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹോമോസ്പോറസ് they bear spores that are of same type അല്ലേ. ഇവിടെ 2 different type of spores which are microspores and megaspores. ഇനി ഹോമോസ്പോറസ് ടെറഡോഫൈറ്റ്സ് they produce bisexual gametophyte അല്ലേ. ഹോമോസ്പോറസ് എന്താണ്? മൊണീഷ്യസ് ആണ്. ഓക്കെ, മൊണീഷ്യസ് ആണ്. ഓക്കെ, ഇനി ഹെട്രോസ്പോറസ് നോക്കുവാണെങ്കിൽ യൂണിസെക്ഷൽ ആണ്. അത് നമ്മൾ എന്ത് പറയും? മെയിലും ഫീമെയിലും ഒന്നിൽ തന്നെ ഉണ്ടെങ്കിൽ ഡയോഷ്യസ് അല്ലേ, ഡയോഷ്യസ്. ഓക്കെ, മൊണീഷ്യസും ഡയോഷ്യസും മാറിപ്പോരുത്. അപ്പം സ്പോറ് ജെർമിനേറ്റ് ചെയ്തിട്ട് എന്തുണ്ടാവുന്ന പറഞ്ഞത്? ഗാമറ്റോഫൈറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഗാമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് സ്ട്രക്ചറാണ്, വളരെ മൈന്യൂട്ടും കൂടിയാണ്. ഓക്കെ, ഗാമറ്റോഫൈറ്റ് ഇൻ ടെറഡോഫൈറ്റ് ഈസ് കോൾഡ് എ പ്രോത്താലസ്. നമ്മൾ എന്താ വിളിക്കുക അതിനെ? പ്രോത്താലസ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഫ്രീ ലിവിങ് of one heart-shaped photosynthetic plant body that is not differentiated into true roots, stems and leaves. എന്തുകൊണ്ടാണ് പ്രോത്താലസ് എന്ന് വിളിക്കുന്നത്? താലോഫൈറ്റ അല്ലെ. ബ്രയോഫൈറ്റേനും ആൽഗേനും ഒക്കെ പോലെ വളരെ മൈന്യൂട്ട് സ്ട്രക്ചറാണ് അല്ലെ. ബ്രയോഫൈറ്റില്ല നമ്മൾ താലോഫൈറ്റ നമ്മൾ പറയാറ്. അതിന്റെ സ്ട്രക്ചർ പോലെ ബ്രയോഫൈറ്റിനെ പോലെ റിസംബിൾ ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രോത്താലസ്. ഓക്കെ, ഒരു ഡൈക്കോട്ടമസ് ബ്രാഞ്ചിങ് ഒക്കെ പോലെ അവർക്കൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ട് അല്ലെ. നമുക്ക് പ്രോപ്പർ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. റൂട്ടിന് പകരം റൈസോയിഡ്സ് ആണുള്ളത്. ബാക്കി റീജിയൻസ് ഫോട്ടോസിന്തറ്റിക് ആണ്. നമുക്കിവിടെ കാണാം ആന്ത്രീഡിയും ആർക്കിഗോണിയും ഉണ്ട്. ഇതൊരു എന്താ പറയാ മൊണീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോത്താലസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് സൈസ് ആൻഡ് ഷേപ്പിൽ നല്ല വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഓരോരോ സ്പീഷീസിനെടുത്ത് നോക്കുവാണെങ്കിൽ ഇതിന്റെ സൈസ്, ഷേപ്പ്, ഈ ആന്ത്രീഡിയ ആർക്കിഗോണിയ അറേഞ്ച് ചെയ്ത രീതി വരെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് സെക്സ് ഓർഗൻസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇവിടെ ആന്ത്രീഡിയ ആണ് മെയിൽ സെക്സ് ഓർഗൻ അല്ലെ. മെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആന്ത്രീഡിയ ആണ്. വെറസ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഈസ് ആർക്കിഗോണിയം. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലെ. സെക്സ് ഓർഗൻസ് 2 രീതിയിൽ കാണാം. ഒന്നിക്ക് എംബഡഡ് ആയിട്ട്, അതായത് ഈ പ്രോത്താലസിന് ഉള്ളിലേക്ക് ഇങ്ങനെ എംബഡഡ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ പ്രൊജക്റ്റിംഗ് ടൈപ്പായിട്ട് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് കാണാം. എംബഡഡ് ആയിട്ടുള്ള ആന്ത്രീഡിയ ആണ് ഈ പ്രൊജക്ഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അധികം ആർക്കിഗോണിയാസ് എംബഡഡ് ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ആന്ത്രീഡിയ നമ്മൾ പറഞ്ഞു പൊതുവെ സെക്സ് ഓർഗൻസ് എംബഡഡോ പ്രൊജക്റ്റഡോ ആയിട്ട് കാണാം. കൂടുതൽ ആന്ത്രീഡിയ ആണ് അങ്ങനെ കാണുന്നത്. എംബഡഡ് ആയിട്ട് കാണുന്ന ആന്ത്രീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലൈക്കോപോഡിയം, സെലാജിനലൊക്കെയാണ്. പ്രൊജക്റ്റിംഗ് ടൈപ്പ് ആന്ത്രീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സൈലോട്ടം, ടെറിഡിയത്തിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അറിയാം ഇതാണ് ആർക്കിഗോണിയം, ഇതാണ് ആന്ത്രീഡിയം. ഓക്കെ, ആർക്കിഗോണിയം, ആന്ത്രീഡിയം. നമുക്ക് സ്ട്രക്ചറിലേക്ക് നോക്കാം.
അത് നമുക്ക് ആന്ത്രീഡിയം നോക്കാം. ആന്ത്രീഡിയം ആണ് മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെ മെയിൽ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആന്ത്രീഡിയത്തിൻ്റെ അകത്താണ് എന്തുണ്ടാവേണ്ടത്, സ്പേംസ് ഉണ്ടാവേണ്ടത് അല്ലേ. അപ്പം ആന്ത്രീഡിയം ഇസ് സറൗണ്ടഡ് ബൈ എ സ്റ്റെറൈൽ ജാക്കറ്റ് ലെയർ. എപ്പോഴും ആന്ത്രീഡിയത്തിന് ഒരു കവറിങ് ഉണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കവറിങ് ഉണ്ട്. ഈ കവറിങ്ങിനെയാണ് നമ്മൾ വിളിക്കുന്നത് ജാക്കറ്റ്. ഓക്കെ, ആന്ത്രീഡിയത്തിന് ജാക്കറ്റ് ഉണ്ട്, വിച്ച് ഇസ് സ്റ്റെറൈൽ ഇൻ ഫംഗ്ഷൻ. അവർ ഒരു തരത്തിലുള്ള റിപ്രൊഡക്റ്റീവ് ഫംഗ്ഷൻ അവർക്കില്ല, വിച്ച് ഇസ് കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ, ഒരു വെജിറ്റേറ്റീവ് സ്ട്രക്ചർ പോലെ. ആന്ത്രീഡിയം ഈസ് ഐദർ സെസൈൽ ഓർ ഷോർട്ട് സ്റ്റോക്ഡ്. മറ്റ് സ്പീഷീസിലൊക്കെ കാണുന്ന, മറ്റ് ഗ്രൂപ്പിലൊക്കെ കാണുന്നത് പോലെയുള്ള വലിയ സ്റ്റോക്കുകളൊന്നും ഉണ്ടാവില്ല. ഒന്നുകിൽ സെസൈലായിരിക്കും അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ആന്ത്രിഡിൻ്റെ അകത്ത് സ്പേംസ് അല്ലെങ്കിൽ ആന്ത്രോസോയിഡ്സ് ഉണ്ട്. ഇതിലും നല്ല വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. ആന്ത്രോസോയിഡ്സ് ആർ യൂണിന്യൂക്ലിയേറ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം യൂണിന്യൂക്ലിയേറ്റഡ് ആണ്. ആൻഡ് സ്പൈറലി കോയിൽഡ് അല്ലേ. അതിനൊരു സ്പൈറൽ കോയിലിംഗ് കാണാമോ? ഒരു സ്പൈറൽ കോയിലിംഗ് ഉണ്ട്, സ്പൈറലി കോയിൽഡ് വിത്ത് 2 അപ്പിക്കൽ ഫ്ലജല്ല. ഈ പിക്ചറിൽ കുറേ ഫ്ലജല്ല കാണിച്ചിട്ടുണ്ട്. അതിന് കറക്റ്റ് പിക്ചേഴ്സ് ഒന്നും അത്ര അവൈലബിൾ അല്ല. ഒന്നെങ്കിൽ ഇങ്ങനെ ഒരു യൂണിന്യൂക്ലിയേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും, ഒരു എന്താ പറയുക സ്പൈറലി കോയിൽഡ് സ്ട്രക്ചർ. അപ്പെക്സിൽ 2 ഫ്ലജല്ലയാണ് കോമൺലി കാണുന്നത്. പക്ഷേ ദർ ആർ മൾട്ടി ഫ്ലജല്ലേറ്റഡ് ഇൻ ഓർഡർ സൈലോട്ടൈൽസ്, ഇക്വിസിറ്റൈൽസ് ആൻഡ് ടിറോപ്സിഡ. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്നത് മൾട്ടി ഫ്ലജല്ലേറ്റഡ് ഗ്രൂപ്പ്സും കോമൺ തന്നെയാണ്. ഓക്കെ, ഒന്നിക്ക് 2 ഫ്ലജല്ല ആകാം അല്ലെങ്കിൽ മൾട്ടി ഫ്ലജല്ലേറ്റഡ് ആകാം. ഇതാണ് ആന്ത്രീഡിയത്തിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ആന്ത്രീഡിയത്തിൻ്റെയും അതിൻ്റെ അകത്ത് കാണുന്ന ആന്ത്രോസോയിഡ്സ് അല്ലെങ്കിൽ സ്പേമിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി ആർക്കിഗോണിയത്തിൻ്റെ കേസ് ആണെങ്കിൽ നോർമലി കാണുന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു നെക്ക് ആൻഡ് വെൻറ്റർ അല്ലെ. നിങ്ങൾക്ക് പിക്ചറിൽ കാണാം, ഇത് നെക്ക്, ഒരു കഴുത്ത് പോലത്തെ പോർഷൻ ഉണ്ടാവും വിച്ച് ഈസ് കോൾഡ് നെക്ക്. നെക്ക് കഴിഞ്ഞ് പിന്നെ വരുന്ന എഗ് ഉള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വെൻറ്റർ. ഇത്രയും ഭാഗമാണ് നമുക്ക് വെൻറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, നെക്ക് ഇസ് പ്രൊജക്റ്റഡ് അല്ലെ, നെക്ക് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക. വെറാസ് വെൻറ്റർ ഇസ് എംബഡഡ് ഇൻ ദ പ്രോത്താലസ്. വെൻറ്റർ റീജിയൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് എഗ് ഇസ് എംബഡഡ് ഇൻ ദ പ്രോത്താലസ്. സോ വെൻറ്റർ കണ്ടെയ്ൻസ് ദ ഫീമെയിൽ ഗ്യാമേറ്റ്. എന്താ ഫീമെയിൽ ഗ്യാമേറ്റ്? എഗ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഓവം എന്ന് വിളിക്കാം. ഇവിടെ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്, ഫീമെയിൽ ഗ്യാമേറ്റ്, എഗ് അല്ലെങ്കിൽ ഓവം. ഓക്കെ, ഈ ഓവം അല്ലെങ്കിൽ എഗ്ഗിലേക്ക് പോകുന്ന ആ വഴിക്ക് ആ വെൻറ്ററിൻ്റെ ആ ഒരു പാസേജ് നമുക്ക് വെൻറ്റർ കനാൽ സെൽ എന്ന് വിളിക്കാം. ഓക്കെ, ഒരു വെൻറ്റർ കനാൽ സെൽ ഒറ്റൊരു സെല്ലാണ്. ഒരു സെൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ഒരു വെൻറ്റർ. ഇത് വെൻറ്റർ ആണെങ്കിൽ വെൻറ്ററിന് തൊട്ട് മുന്നേയുള്ള ആ ഒരു പാസേജ് ആണ് വെൻറ്റർ കനാൽ. ആ ഒരു സെല്ലിനെയാണ് വെൻറ്റർ കനാൽ സെൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്കിൽ നെക്ക് കനാൽ സെൽസ് ഉണ്ട്. ഓക്കെ, ഇവിടെ കാണുന്നത് ഒരു സെല്ലാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ഒറ്റ സെല്ലാണ് വിച്ച് ഇസ് ബൈന്യൂക്ലിയേറ്റഡ്. ഓക്കെ, 2 ന്യൂക്ലിയസ് ഉണ്ടാകും അല്ലെ. ഒരു വെൻറ്റർ കനാൽ സെല്ലും ഒരു നെക്ക് കനാൽ സെല്ലാണ്, പക്ഷെ അവിടെ 2 ന്യൂക്ലിയസ് ഉണ്ടാവും. ബൈന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള നെക്ക് കനാൽ സെല്ലും നമുക്ക് ആർക്കിഗോണിയം ഓഫ് ടെറിഡോഫൈറ്റ്സിൽ കാണാൻ വേണ്ടി പറ്റും. സിമ്പിൾ അല്ലേ? ഇനി ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു, ഇവരും എന്താണ്, ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. സോ ദേ ഓൾസോ റിക്വയർ വാട്ടർ വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ഓർ നെസസറി ഫോർ ദ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ വെൻറ്റർ ഓഫ് ആർക്കിഗോണിയം. സോ ഇവിടെ നോക്കൂ, ദ സ്പേം ഹാസ് ടു റീച്ച് ഹിയർ അല്ലെ. ഇവിടെ എത്തിയിട്ട് നെക്ക് കനാൽ സെല്ല് വഴി വെൻറ്റർ കനാൽ സെല്ലെത്തി എഗ്ഗിലെത്തി അത് ഫ്യൂസ് ചെയ്യണം. അവിടെ ഒരുപാട് കെമിക്കൽസ് ഒക്കെ സെക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫോർ ദ ഈസി മൂവ്മെന്റ് ഓഫ് ദ സ്പേം. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാത്തിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, നമുക്ക് അത്രയും ഡെപ്തിലേക്ക് പോകണ്ട. ദ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് വിൽ ഗിവ് റൈസ് ടു എ ഡിപ്ലോയിഡ് സൈഗോട്ട് അല്ലെ. തൊട്ട് മുന്നേ കണ്ടു, ഇത് ഹാപ്ലോയിഡ് സ്പേം ആണ്. പ്ലോയിഡ് എങ്ങനെയാണ് അല്ലെ, മിയോസിസ് നടന്നിട്ട് ഈ സ്പോർ മദർ സെല്ലിന് അല്ലെങ്കിൽ സ്പൊറാഞ്ചിയത്തിൻ്റെ അകത്തുള്ള സ്പൊറോജീനിയസ് ടിഷ്യൂസിൽ മിയോസിസ് നടന്നിട്ടാണ് സ്പേം സെൽസ് ഉണ്ടാവുന്നത് അല്ലെ, ആന്ത്രോസോയിഡ്സ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്ത് നടക്കുന്നുണ്ട്, മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്ത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് 4 എണ്ണം ഉണ്ടാകുന്നുണ്ട്. അതിൽ 3 എണ്ണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഒരു ഫങ്ഷണൽ എഗ് മാത്രമേ ഉണ്ടാവും വിച്ച് ഇസ് അഗെയിൻ ഹാപ്ലോയിഡ്. ഓക്കെ, അങ്ങനെ ഹാപ്ലോയിഡ് എഗ്ഗും ഹാപ്ലോയിഡ് സ്പേമും തമ്മിലാണ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാവും. ഓക്കെ, ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകും. ഇനി സൈഗോട്ടാണ് എന്തായിട്ട് മാറുന്നത്, ഡിവൈഡ് ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. Embryo. The zygote divides to form an embryo which undergoes repeated division to form a new sporophyte. Okay, അപ്പം സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പല റൗണ്ട് ഡിവിഷൻ നടന്നിട്ട് സൈഗോട്ട് ആരായിട്ട് മാറും, ഡിപ്ലോയിഡ് സൈഗോട്ട് ഒരു എംബ്രിയോ ആയിട്ട് മാറും. ഓക്കെ, ഈ എംബ്രിയോ ആണ് ലേറ്റർ എന്തായിട്ട് മാറുന്നത്, പുതിയൊരു സ്പോറോഫൈറ്റിക് പ്ലാന്റ് ബോഡി ആയിട്ട് മാറുന്നത്. ഓക്കെ,
ഇനി ഫസ്റ്റ് ഡിവിഷനാണ്. അപ്പോൾ ഈ സൈഗോട്ടിന് ഡിവിഷൻ നടന്നിട്ട് എംബ്രിയോ ആവുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. ഇപ്പോൾ സൈഗോട്ടിന് നടക്കുന്ന ഡിവിഷൻസ് പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ ഫസ്റ്റ് ഡിവിഷൻ ഓഫ് സൈഗോട്ട് ഡിറ്റർമൈൻസ് ദ പൊളാരിറ്റി. എന്താ ഈ പൊളാരിറ്റി എന്ന് പറയുന്നത്? നമ്മൾ അതിനെ ഒരു സെല്ലാണെങ്കിൽ അതിന് നമുക്ക് അപ്പിക്കൽ പാർട്ട്, ബേസൽ പാർട്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അതിനാണ് പൊളാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അപ്പിക്കൽ ആൻഡ് ബേസൽ പാർട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്, സ്പോറോഫൈറ്റിന്റെ ഏത് എപ്പെക്സ് ഏതാവണം അല്ലെങ്കിൽ ബേസ് ഏതാവണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ സൈഗോട്ടിന് നടക്കുന്ന ഫസ്റ്റ് ഡിവിഷനാണ്. ഓക്കെ, അപ്പം ബേസൽ പോളും അപ്പിക്കൽ പോളും ഉണ്ടാകും. ഈ ബേസൽ പോളിൽ നിന്നാണ് ഫൂട്ട്, റൂട്ട് അല്ലെ, പിന്നെ അത്തരം സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ചില കേസിൽ സസ്പെൻസറും ഈ ബേസൽ പോർഷൻ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പിക്കൽ പോളിൽ നിന്നാണ് ഷൂട്ട് റീജിയൻസ് ഉണ്ടാകുന്നത്. ഈ ഭാഗത്ത് നിന്നാണ് ഷൂട്ട് റീജിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ആരെ ഡിസൈഡ് ചെയ്യുന്നത്? സൈഗോട്ടിൽ നടക്കുന്ന ഫസ്റ്റ് ഡിവിഷനാണ്. സൈഗോട്ടിൽ എങ്ങനെ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ആ ഒരു ഡിവിഷനാണ് അപ്പിക്കൽ പോളും ബേസൽ പോളും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആ ഒരു ഡിറ്റർമിനേഷൻ വെച്ചിട്ടാണ് ഏത് ഭാഗം ഷൂട്ട് ആകണം, ഏത് ഭാഗം റൂട്ട് ആവണം എന്ന് അവർ തീരുമാനിക്കുന്നത്. ഓക്കെ, ഇനി എംബ്രിയോനെ കുറിച്ച് പറയാം. ഇപ്പം നമ്മൾ സൈഗോട്ട് ഡിവൈഡ് ചെയ്തു, എംബ്രിയോ ആയി. എംബ്രിയോന് പൊളാരിറ്റി ഉണ്ട്. ആ പൊളാരിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് സൈഗോട്ടിന്റെ ഫസ്റ്റ് ഡിവിഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. എപ്പിക്കൽ ആണെങ്കിൽ എപ്പിക്കൽ പോളിൽ നിന്നാണ് ഷൂട്ട് ഉണ്ടാവുന്നത്, ബേസൽ പോളിൽ നിന്നാണ് റൂട്ട് ഉണ്ടാവുന്നത്. ദ എംബ്രിയോ ഓഫ് ടെറിഡോഫൈറ്റ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് പൊളാരിറ്റി. ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ പൊളാരിറ്റി പറഞ്ഞില്ല. അതിന്റെ കേസിൽ 2 തരം എംബ്രിയോസ് ഉണ്ട്. എക്സോസ്കോപ്പിക് എംബ്രിയോ, എൻഡോസ്കോപ്പിക് എംബ്രിയോ. ഓക്കെ, എക്സോസ്കോപ്പിക്കും എൻഡോസ്കോപ്പിക്കും. ഓക്കെ, സ്കോപ്പിക് ആണ്, സ്പോറിക് അല്ല. എൻഡോസ്കോപ്പിക് ആൻഡ് എക്സോസ്കോപ്പിക് എംബ്രിയോ. എക്സോസ്കോപ്പിക് എംബ്രിയോ എന്ന് പറയുമ്പം ഈ അപ്പിക്കൽ പോള് പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതായത് നെക്ക് ഓഫ് ആർക്കിഗോണിയം. അതായത് ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അപ്പിക്കൽ പോള്, ഓക്കെ ഇതാണ് അപ്പിക്കൽ പോൾ എന്ന് വിചാരിക്കുക, ഇത് ബേസൽ പോളും. ഈ അപ്പിക്കൽ പോള് പുറത്തേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എക്സോസ്കോപ്പിക് അല്ലെ. എപ്പോഴും ഔട്ട്സൈഡ് അല്ല ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സോ ആയിട്ട് കൺസിഡർ ചെയ്യുക. എക്സോ അല്ലെ, എക്സോ മീൻസ് എക്സ്റ്റീരിയർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാൻ നോക്കുക. അതിന് എക്സാമ്പിൾ ആണ് നോട്ട് ചെയ്യേണ്ടത്. സൈലോട്ടം, ഈക്വിസീറ്റം, ഒഫിയോഗ്ലോസത്തിലൊക്കെ എക്സോസ്കോപ്പിക് എംബ്രിയോ. ഇവിടെ നിങ്ങൾ ഏറ്റവും ട്രിക്കി പാർട്ട് ഈസ് ടു സ്റ്റഡി ദ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ നന്നായിട്ട് അറിയണം. നമുക്ക് സംഭവം അറിയായിരിക്കും, പക്ഷെ എക്സാമ്പിൾ നമ്മൾ മറന്നു പോകും. അപ്പോൾ മറന്നു പോകാൻ പാടില്ല. എക്സാമ്പിൾസ് ആണ് നമുക്ക് ഏറ്റവും തെറ്റിപ്പോകുന്ന ഭാഗം. അത് കൃത്യമായിട്ട് പഠിക്കണം. എൻഡോ മീൻസ് ഇൻസൈഡ് അല്ലേ. അപ്പിക്കൽ പോള് ഇൻസൈഡിൽ ബേസ് ഓഫ് ദ ആർക്കിഗോണത്തിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടാണെങ്കിൽ, നേരെ തിരിച്ചിതിപ്പം ആർക്കിഗോണി ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ നടക്കുമ്പോൾ അപ്പിക്കൽ പോള് താഴേക്കും ബേസൽ പോള് മുകളിലേക്കുമാണ് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് എൻഡോസ്കോപ്പിക് എംബ്രിയോ എന്നാണ് പറയുക. എൻഡോസ്കോപ്പിക് എംബ്രിയോ കാണുന്നത് ലൈക്കോപോഡിയം, സെലാജിൻ അല്ല, ഐസോയിഡ്സിലൊക്കെയാണ്. ഓക്കെ,